മക്കളെ, നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോമോളിക്യൂൾ പറയുന്ന നമ്മുടെ ഫസ്റ്റ് ഇയറിലെ +1 ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററിലെ കുറേ MCQs ആണ്. നമുക്ക് ഓരോ സെഷനും കറക്റ്റ് പഠിച്ച് മുന്നോട്ടേക്ക് പോകാം. നിങ്ങൾ കൂടെ വരിക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്ന് പഠിച്ചെടുക്കാം. അപ്പൊ ഇതിൽ തിയറി സെഷൻസ് ഒക്കെ തന്നെ ഞാൻ ഈ ചാനലിലൂടെ മക്കൾക്ക് തിയറി സെഷൻസ് കൂടെ തരും. നമുക്ക് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ നോക്കിക്കോളൂ. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴും 100% ഉറപ്പായിട്ടും വരാൻ പോകുന്ന നീറ്റ് എക്സാമിൽ നിങ്ങൾ വരാൻ പോകുന്ന പറഞ്ഞാൽ നീറ്റ് 2022 ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നായിരിക്കും. ഈ 2021 2 ക്വസ്റ്റ്യൻസ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നായിരുന്നു. സോ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോളിമറിക് സെക്കൻഡറി മെറ്റബോളൈറ്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോളിമറിക് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്? പോളിമറിക് സബ്സ്റ്റൻസിൽ NCERT നമുക്ക് പറഞ്ഞു തരുന്നത് റബ്ബർ, ഗം, സെല്ലുലോസ് ആണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് പോളിമറിക് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചത്. റബ്ബർ ഉണ്ട്, സോ റൈറ്റ് ആൻസർ. ഗം ഉണ്ട്, റൈറ്റ് ആൻസർ. അബ്രിൻ ലൈസിൻ എന്നൊക്കെ പറഞ്ഞ ടോക്സിൻ ആണ്, സോ ഇത് വരില്ല. സോ ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. ബോത്ത് 1 and 2 ഈസ് ദി റൈറ്റ് ആൻസർ. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനബോളിസവും കാറ്റബോളിസവും കൂടെ ചേർന്നതാണ്. ഈ ആനബോളിസം കാറ്റബോളിസം കൂടെ ചേർന്നതാണ് മെറ്റബോളിസം. ഈ മെറ്റബോളിക് എൻഡ് പ്രോഡക്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റബോലൈറ്റ്സ്. അത് നമ്മുടെ അനിമൽ സെൽസിലാണെങ്കിൽ, അനിമലിലാണെങ്കിൽ പ്രൈമറി മെറ്റബോലൈറ്റ്സ് വിളിക്കുക. ഇത് പ്ലാന്റ്സിലൊക്കെ ആണെങ്കിലാണ് നമ്മൾ എന്തോ പറയുന്നത്, സെക്കൻഡറി മെറ്റബോലൈറ്റ്സ്. ആ സെക്കൻഡറി മെറ്റബോലൈറ്റ്സ് തന്നെ പോളിമറിക് സബ്സ്റ്റൻസ് ആണ് റബ്ബർ, ഗം, സെല്ലുലോസ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. 4 ഈസ് ദി റൈറ്റ് ആൻസർ. ഏതാ നിങ്ങളെ? യാ, ഗുഡ്. 4 ഈസ് ദി റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയി നോക്കാം. ഓക്കെ, നിങ്ങൾ റെഡിയാണ്? നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഗുഡ് ഗുഡ് ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കോളൂ. നോക്കിക്കേ, ഇവിടെ ചോദിച്ചത് വീണ്ടും സെക്കൻഡറി മെറ്റബോലൈറ്റ്സ് തന്നെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെക്കൻഡറി മെറ്റബോലൈറ്റ്? സെക്കൻഡറി മെറ്റബോലൈറ്റ് അല്ലാത്തത് ആര്? റബ്ബർ ഈസ് എ സെക്കൻഡറി മെറ്റബോലൈറ്റ്. റൈസിൻ, അബ്രിൻ റൈസിൻ ഈസ് എ ടോക്സിൻ, ഈസ് ഓൾസോ സെക്കൻഡറി മെറ്റബോലൈറ്റ്. Then morphine, codeine, morphine and codeine, these are alkaloids. These 3 are secondary metabolites. So oxaloacetic acid. Oxaloacetic acid is not a secondary metabolite. Okay, oxaloacetic acid is not a secondary metabolite. So the answer is 4. 4 is the right answer. The next question. Cytidilic acids. Cytidilic acids. It's a nucleotide, nucleoside, nitrogenous base, amino acid. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ. നമ്മള് ഷുഗർ പ്ലസ് നൈട്രോജൻ ബേസ് അല്ലെ, ഷുഗർ പ്ലസ് നൈട്രോജൻ ബേസ്, ഇതാണ് ആര്? ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ്. ഇയാളുടെ കൂടെ ഷുഗർ പ്ലസ് നൈട്രോജൻ ബേസ് പ്ലസ് ഫോസ്ഫേറ്റും കൂടെ വന്നാലാണ് ആരായി? ന്യൂക്ലിയോടൈഡ് ആയി. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ന്യൂക്ലിയോസൈഡ് നോക്കുകയാണെങ്കിൽ, ന്യൂക്ലിയോസൈഡ് അല്ലേ ഇത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞോണ്ട് ന്യൂക്ലിയോടൈഡ് പറ ഷുഗർ പ്ലസ്, ഗുഡ്, ഷുഗർ പ്ലസ്, ഗുഡ്, നൈട്രോജൻ ബേസ് പ്ലസ് ഫോസ്ഫേറ്റ്. അഡനിൻ പ്ലസ് ഷുഗർ, അഡിനോസിൻ. ന്യൂക്ലിയോസൈഡുകളാണ് അഡനിൻ പ്ലസ് ഷുഗർ, അഡിനോസിൻ. ഗുവാനിൻ പ്ലസ് ഷുഗർ, ഗുവാനോസിൻ. തൈമിൻ പ്ലസ് ഷുഗർ, തൈമിഡിൻ. സൈറ്റോസിൻ പ്ലസ് ഷുഗർ, സൈറ്റിഡിൻ. യുറാസിൽ പ്ലസ് ഷുഗർ, യുറിഡിൻ. അപ്പൊ ഇതൊക്കെയാണ് ന്യൂക്ലിയോസൈഡ്. ഓക്കെ, ഇത്ര നേരം സൈറ്റിഡിലിക് ആസിഡ് നമ്മൾ കേട്ടിട്ടില്ല. ഇനി ഇയാളുടെ കൂടെ ഫോസ്ഫേറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ദാറ്റ് മീൻസ് അഡിനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ്, അഡനിലിക് ആസിഡ്. ഗുവാനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ്, ഗുവാനിലിക് ആസിഡ്. തൈമിഡിൻ പ്ലസ് ഫോസ്ഫേറ്റ്, തൈമിഡിലിക് ആസിഡ്. ഓക്കെ, യുറിഡിൻ പ്ലസ് ഫോസ്ഫേറ്റ്, യുറിഡിലിക് ആസിഡ്. സൈറ്റിഡിൻ പ്ലസ് ഫോസ്ഫേറ്റ്, സൈറ്റിഡിലിക് ആസിഡ്. ഇതല്ലേ സൈറ്റിഡിലിക് ആസിഡ്? സൈറ്റിഡിലിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പൊ ന്യൂക്ലിയോസൈഡ് ആണോ ന്യൂക്ലിയോടൈഡ് ആണോ? ന്യൂക്ലിയോടൈഡ്. ഓക്കെ, സോറി, സൈറ്റിഡിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡ് ആണ്. ഓക്കെ, സൈറ്റിഡിലിക് ആസിഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, റെഡിയല്ലേ മക്കളെ? ഓക്കെ, റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following subunit are present in adult hemoglobin? Adult hemoglobin present ആയിട്ടുള്ള subunits ഏതൊക്കെയാണ് ചോദിച്ചത്. Which of the following subunits are present in adult hemoglobin? Adult hemoglobin consists of 4 polypeptide chain. Okay, 2 alpha chain and 2 beta chain. So 2 alpha, 2 beta type of subunits. So
1 is the right answer. 1 is the right answer. 2 alpha and 2 beta type subunit. 2 alpha, 2 beta. Ready? Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Which of the following is primary metabolites? Primary metabolite ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. Carbohydrate, protein, lipids and nucleic acid. ഇതൊക്കെ primary metabolites ആണ്. Carbohydrate ആണെങ്കിലും protein ആണെങ്കിലും lipid nucleic acid ഇതൊക്കെയാണ് primary metabolites. So 4 is the right answer. അല്ലേ അനിമൽസിലല്ലേ? So carbohydrate, protein, lipids, nucleic acid ഇതൊക്കെ primary metabolites ആണ്. So 4 is the right answer. ഏതാ കുഞ്ഞുങ്ങളെ right answer ഏതാ? 4 is the right answer. Then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Which of the following is responsible for the formation of primary polypeptide? Which of the following is responsible for the formation of primary polypeptide? ഇതിൽ ഏതാണ് primary polypeptide ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? പെപ്റ്റൈഡ് ബോണ്ട്, ഹൈഡ്രോജൻ ബോണ്ട്, ഡൈസൾഫൈഡ് ബോണ്ട്, അയോണിക് ബോണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചത് പോളിപെപ്റ്റൈഡ് ആണ്. ഓക്കെ, formation of primary polypeptide. That means നമ്മുടെ പ്രോട്ടീൻ അല്ലേ, അവിടെയുള്ള ബോണ്ട് ഏതായിരിക്കും? Okay, yeah, peptide bond. Which of the following is responsible for the formation of primary polypeptide? It's peptide bond. ഏത് ബോണ്ടാ? Peptide bond. Ready ആണല്ലോ? നോക്കിയാ ready ആണെങ്കിൽ നമുക്ക് good. Which of the following? ഇതൊന്നും പറ. Which of the following protein exists in their quaternary structure? Quaternary structure exist ചെയ്യുന്ന ആരാണ് ചോദിച്ചിരിക്കുന്നത്? Okay, myoglobin ഇയാളാണോ? അല്ല, ഇയാൾ tertiary structure. Hemoglobin, yeah, good. It exists as a tertiary structure. കുഞ്ഞുങ്ങളെ more than one polypeptide strands can form quaternary structure. ഇവിടെ ഹീമോഗ്ലോബിൻ ചെയിൻ 2 ആൽഫ ചെയിൻ 2 ബീറ്റ ചെയിൻ ഉണ്ട്. ഇയാൾ ഫോം ചെയ്യുന്ന quaternary structure ആണ്. ഇവിടെ ഉള്ള quaternary structure exist ചെയ്യുന്നത് ആരാ? ഹീമോഗ്ലോബിൻ ആണ്. Okay, ready? The next question. The left end of the polysaccharide is dash, right end is dash. ഒരു polysaccharide ചെയിൻ ഒരേ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഒരു പോളിസാക്കറൈഡ് ചെയിൻ. ഇതിന്റെ റൈറ്റ് എൻഡ് ഉണ്ട്, ലെഫ്റ്റ് എൻഡ് ഉണ്ട്. റൈറ്റ് ആ പേര് തന്നെ ഉണ്ട്, റൈറ്റ് റെഡ്യൂസിങ്, ലെഫ്റ്റ് നോൺ റെഡ്യൂസിങ്. ഓക്കെ, ലെഫ്റ്റ് എൻഡ് ഓഫ് ദി പോളിസാക്കറൈഡ് is left end non reducing and right end is reducing respectively. So 2 is the right answer. Left end of the polysaccharide is non-reducing and right end is reducing. Right end reducing. Appa left end non-reducing. Right end reducing and left end non-reducing. Okay, ne? So 2 is the right answer. Now, the question take it on. Other question is that proteins are dash of amino acid. Proteins are homopolymer, heteropolymer. Yay! Uttara kidikannu. Proteins are heteropolymer of amino acid. ഒരിക്കലും ഒരേപോലുള്ള അമിനോ ആസിഡ് യൂണിറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടല്ല ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത്. പ്രോട്ടീൻ ഉണ്ടാകുമ്പോൾ എപ്പോഴും അതുകൊണ്ടുള്ള അമിനോ ആസിഡ് യൂണിറ്റ്സ് ഡിഫറെന്റ് അമിനോ ആസിഡ് യൂണിറ്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പ്രോട്ടീൻ ഓൾവേസ് occur as a heteropolymer. Protein are heteropolymer of amino acid. Ready? Okay, ready, good. Which of the following is a polymer of fructose? Fructose is a polymer. Which of the following is a polymer of fructose? Okay, നിങ്ങൾക്കറിയാം ഗ്ലൂക്കോസിന്റെ ഹോമോപോളിസാക്കറൈഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ഒക്കെ പറഞ്ഞുണ്ട്. ഇവിടെ ഫ്രക്ടോസിന്റെ ഹോമോപോളിമർ ചോദിച്ചത്. ഫ്രക്ടോസിന്റെ ഒരു പോളിമർ ഉണ്ടാകുന്ന പേരാണ് ഇനുലിൻ. ഡാലിയ സ്റ്റാർച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ആള് ഇനുലിൻ, ഹോമോപോളിമർ ഓഫ് ഫ്രക്ടോസ്. ഫ്രക്ടോസിന്റെ ഒരു ഹോമോപോളിമർ ആണ് ഇനുലിൻ. ഇനുലിൻ is a homopolymer of fructose. So 3 is the right answer. Ready? Cellulose is present in. Cellulose എവിടെ കാണുന്നത്? ഇത് കുഞ്ഞുങ്ങളെ cellulose എവിടെ കാണുന്നതെന്ന് ചോദിച്ചേ. കോട്ടൺ ഫൈബറിൽ കാണുന്നുണ്ട്, പേപ്പറിൽ കാണുന്നുണ്ട്, സെൽ വോൾ ഓഫ് പ്ലാന്റ്സിൽ കാണുന്നുണ്ട്. ഇവിടെ 3 സ്ഥലത്തും കാണുന്നുണ്ട്. So answer all of this. Cellulose is present in cotton ഫൈബറിലുണ്ട്, പേപ്പറിലുണ്ട്, പ്ലാന്റിന്റെ സെൽ വോളിലുണ്ട്. ഇവിടെയൊക്കെ ആരെ കാണുന്നുണ്ട്? സെല്ലുലോസ് കാണുന്നുണ്ട്. So the answer is all of this. Which of the following is present as a storehouse of energy in animal tissue? Animal tissue is storehouse. Okay, carbohydrate storage form in animal. Adara starch ആണോ? അല്ല, starch എവിടെയാ? Plants-ലാണ്. Carbohydrate storage form in animal is known as glycogen. So here the answer is 3. Which of the following is present as a storehouse of energy in animal tissue?
That means carbohydrate storage form in animal. That is glycogen. Glycogen is the right answer. Good. Next question. Which of the following is the most abundant protein in the animal world? Following is the most abundant protein in the animal world. Animal world ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന പ്രോട്ടീൻ ഏതാണ് ചോദിച്ചത്? Most abundant protein in the animal world. It's collagen. ആണോ? Yeah, good. Right answer. Collagen. Most abundant protein in the animal world. It's collagen. Most abundant protein in the biosphere ആണെങ്കിലോ അതിന്റെ പേരെന്താ? Rubisco, ribulose, bisphosphate carboxylase oxygenase. Ribulose, bisphosphate carboxylase oxygenase. ഒന്നുകൂടെ പറഞ്ഞോക്കെ. Ribulose, bisphosphate carboxylase oxygenase. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? Most abundant protein in the animal world ആണ്. Animal world ആണെങ്കിൽ ആരാ ആൻസർ? Collagen. Okay, ready? Collagen. Which of the following is present as a storehouse of energy in plant tissue? Plants in storehouse ഏതാണ്? അതാണ് starch. Starch. 4 is the right answer. Which of the following is present as a storehouse of energy in plant tissue? Plant tissue ല് energy storehouse എന്നറിയപ്പെടുന്ന ആരാ? Starch ആണ്. Starch is the right answer. Ready? The next question. Which of the following is the most abundant protein in the whole of the biosphere? Most abundant protein in the whole of the biosphere. ഈ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ, most abundant protein in the whole of the biosphere is Rubisco, ribulose, bisphosphate carboxylase oxygenase. Ribulose, bisphosphate carboxylase oxygenase. Rubisco, ആരാ? Rubisco യുടെ full name എന്താ? Ribulose, bisphosphate carboxylase oxygenase. Ready? Okay, the next question. Amino acid which are synthesized by our body are known as. Amino acid which are synthesized by our body are known as. Essential amino acid. നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ ചോദിച്ചത്? Essential എന്ന് പറഞ്ഞാൽ only obtained through diet. Non-essential that can be prepared by your body. Okay. So 2 is the right answer. 2 is the right answer. Which of the following is not the function of protein? Protein function എല്ലാത്ത ഏതാണെന്ന് ചോദിച്ചത്. Act as a hormone, right answer. Enzyme, right answer. Act as a genetic material. This is fights against infectious agent. Also true. Ready? It's not the function of protein and so not the function of protein. Okay, act as a genetic material. This is right answer. Okay, good. Okay, ready മക്കളെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റുബിസ്കോ സ്റ്റാൻഡ്സ് ഫോർ. റുബിസ്കോ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അല്ലെ, എന്താ റുബിസ്കോ? നിങ്ങൾക്ക് അറിയാം, മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദി ബയോസ്ഫിയർ. നമ്മുടെ ബയോസ്ഫിയറിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് റുബിസ്കോ. അനിമൽ വേൾഡിലാണ് കൊളാജൻ ആയിരുന്നു അല്ലെ. റുബിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദി യൂണിവേഴ്സ്. ഓക്കെ, ബയോസ്ഫിയർ. റുബിസ്കോ സ്റ്റാൻഡ്സ് ഫോർ ribulose bisphosphate carboxylase oxygenase, not ribose. Ribulose bisphosphate carboxylase oxygenase. So 2 is the right answer. Rubisco എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ribulose bisphosphate carboxylase oxygenase. Okay ആണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, ready? അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. Which model explains the double helix structure of DNA? Double helical structure of DNA നമുക്കറിയാം പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആരാ? വാട്സൺ ആൻഡ് ക്രിക്ക്. ആദ്യം ഗുഡ്. വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മക്കള് ശരി, ഓക്കെ, നിങ്ങൾ പറഞ്ഞേക്കുന്നത് കറക്റ്റ് ആണ്. വാട്സൺ ആൻഡ് ക്രിക്ക്, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA പ്രപ്പോസ്ഡ് ബൈ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് അല്ലെ. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. വിച്ച് മോഡൽ എക്സ്പ്ലെയിൻ ദി ഡബിൾ ഹെലികൽ സ്ട്രക്ചർ ഓഫ് DNA? Watson and Crick model. Ready? So 1 is the right answer. The next question. The backbone of the DNA is formed by. Backbone, നമ്മുടെ DNA, ന്യൂക്ലിക് ആസിഡിന്റെ നട്ടല് അല്ലെ. Backbone of the DNA is formed by sugar, phosphate, sugar bond. അതല്ലേ കറക്റ്റ്? So first option തന്നെ കറക്റ്റ് ആണ്. Sugar, phosphate, sugar chain. Backbone of DNA is formed by sugar, phosphate, sugar chain. Backbone, നട്ടല്, DNAയുടെ backbone ഉണ്ടാക്കിയിരിക്കുന്ന ആരാ? Sugar, phosphate, sugar chain. So 1 is the right answer. 1 is the right answer. The next question like നമുക്ക് പോകാം. In DNA strands, there are dash hydrogen bond between adenine and thymine and dash hydrogen bond between guanine and cytosine.
നമുക്കറിയാം കുഞ്ഞുങ്ങളെ, അഡനിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ടാ. ഗുവാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ടാ. ഇത് ഡബിൾ ബോണ്ടും ഇത് ട്രിപ്പിൾ ബോണ്ടും ആണ് അല്ലെ. അങ്ങനെയാണ് അവിടെ ചോദിച്ചേക്കുന്നത്. ഇനി DNA ഡാഷ് ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ അഡനിൻ ആൻഡ് തൈമിൻ. അഡനിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ട്. ഗുവാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട് അല്ലെ. അഡനിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ട്. ഗുവാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, അഡനിനും തൈമിനും തമ്മിൽ എത്ര ഹൈഡ്രജൻ ബോണ്ടാ? 2. ഗുവാനിനും സൈറ്റോസിനും തമ്മിലോ 3. സോ ഉത്തരം എന്താ? 1 is the right answer. 1 is the right answer. Ready? The next question നമുക്ക് പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The bond between the phosphate and hydroxyl group of sugar is a phosphateും hydroxyl ഗ്രൂപ്പും തമ്മിൽ, ഷുഗറിലെ hydroxyl ഗ്രൂപ്പ്, phosphate and hydroxyl group of sugar is an ester bond. ഏത് ബോണ്ടാ? Ester bond. Bond between the phosphate and the hydroxyl group of sugar is an ester bond. Ester bond, ester bond. നമുക്കില്ലേ ഇനി അങ്ങനെ 2 എണ്ണം വരുമ്പോൾ ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ബോണ്ട് വരുമ്പോൾ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ആയിട്ട് വന്നത്. ആ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ആണ് നമ്മൾ ബാക്ക് ബോൺ ഓഫ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക് ബോൺ, ന്യൂക്ലിക് ആസിഡിന്റെ ബാക്ക് ബോൺ നട്ടെല്ല് എന്ന് പറയുന്നത് ബാക്ക് ബോൺ അഥവാ നട്ടെല്ല് എന്ന് പറയുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ബോണ്ട് അല്ലേ. ദാറ്റ് മീൻസ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബോണ്ട് ബിറ്റ്വീൻ ദി ഫോസ്ഫേറ്റ് ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് ഷുഗർ. ഫോസ്ഫേറ്റും ഷുഗറിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും തമ്മിലാണെങ്കിൽ എസ്റ്റർ ബോണ്ട്. ഏത് ബോണ്ടാ? എസ്റ്റർ ബോണ്ട്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ, എസ്റ്റർ ബോണ്ട്. ഗുഡ് 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 ഗുഡ്, എസ്റ്റർ ബോണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. DNA exists as a dash helix which runs dash. DNA exists as double helical structure അല്ലേ, which runs anti-parallel direction. Parallel അല്ലല്ലോ, anti-parallel അല്ലേ. Double helical structure ആണ്, anti-parallel direction ആണ്. So 2 is the right answer. The DNA exists as double helical structure which runs anti-parallel direction. So 2 is the right answer. 2 is the right answer. DNA exists as double helix which runs anti-parallel direction. Okay അല്ലേ? Okay ആണ്. So this is the right answer. The next question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? In a polysaccharide, the individual monosaccharides are linked by. ഒരു പോളിസാക്കറൈഡില് അല്ലെ, പോളിസാക്കറൈഡ് ചെയിൻ ആണ്, അവിടെ മോണോസാക്കറൈഡിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോണ്ട് ഏതാണ്? പോളിസാക്കറൈഡ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആർ ജോയിൻഡ് ബൈ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് അല്ല. ഇതെവിടെ? ന്യൂക്ലിക് ആസിഡിലെ അമൈഡ് ബോണ്ട് അല്ല, പ്രോട്ടീനിലാണ്. എസ്റ്റർ ബോണ്ട് അല്ല, ലിപ്പിഡിലാണ്. ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. 4 is the right answer. In a polysaccharide, the individual monosaccharides are linked by glycosidic bond. ഒരു പോളിസാക്കറൈഡില് ഇൻഡിവിജ്വൽ മോണോസാക്കറൈഡ് ആണ് ലിങ്ക്ഡ് ബൈ. ഒരു പോളിസാക്കറൈഡില് മോണോസാക്കറൈഡ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇനി പോളിസാക്കറൈഡ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആർ ജോയിൻ ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഒരു പോളിസാക്കറൈഡിൽ മോണോസാക്കറൈഡ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഒരു പോളിസാക്കറൈഡിൽ മോണോസാക്കറൈഡ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇനി പോളിസാക്കറൈഡ് ഇൻഡിവിജ്വൽ മോണോസാക്കറൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഏത് ബോണ്ടാ? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഒരു പോളിസാക്കറൈഡിലെ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോണ്ടാ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The number of cyclic rings present in purine and pyrimidine. പ്യൂരിൻ അറിയാം, പിരമിഡിൻ അറിയാം അല്ലെ കുഞ്ഞുങ്ങള്. പ്യൂരിനിലാണെങ്കിൽ പ്യൂരിൻ എവിടെ പോയി? പ്യൂരിൻസിലാണെങ്കിൽ ഡബിൾ റിംഗ് സ്ട്രക്ചറാ, 2 റിംഗ് ഉണ്ട്. പിരമിഡിലാണെങ്കിലോ സിംഗിൾ റിംഗ് സ്ട്രക്ചറാ. സോ 2 and 1 respectively. Number of cyclic ring present in purine and pyrimidine are. പ്യൂരിനില് 2 റിംഗ് സ്ട്രക്ചർ ആണ്, പിരമിഡില് സിംഗിൾ റിംഗ് സ്ട്രക്ചർ ആണ്. സോ 1 is the right answer. The number of cyclic ring present in purines and pyrimidines are 2 and 1 respectively. പ്യൂരിനില് 2 റിംഗ്, പിരമിഡിനില് 1 റിംഗ്. റെഡി അല്ലേ? അപ്പൊ ഉത്തരം കിട്ടി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. How many of the following are pyrimidines? ഈ തന്നേക്കുന്ന എത്ര പിരമിഡിൻസ് ഉണ്ട്? പിരമിഡിൻസ് ആരൊക്കെയാ? നമുക്കറിയാം പ്യൂരിൻസ് ആരൊക്കെയാ? അഡനിനും ഗുവാനിനും അല്ലെ. അപ്പൊ തൈമിൻ, സൈറ്റോസിൻ, യുരാസിൽ. തൈമിനും സൈറ്റോസിനും യുരാസിലും ആരാ? പിരമിഡിനാ. തൈമിൻ, സൈറ്റോസിൻ, യുരാസിൽ. തൈമിൻ, സൈറ്റോസിൻ, യുരാസിൽ. ഇവിടെ തൈമിൻ ഉണ്ടോ? തൈമിൻ ഉണ്ടല്ലോ, സൈറ്റോസിൻ ഉണ്ടല്ലോ, യുരാസിൽ ഉണ്ടല്ലോ. ആകെ 3 പേരല്ലേ ഉള്ളൂ. സോ 4 is the right answer. 4. Option 4. That means 3 is the right answer. Ready? Option 4 is the right answer. Thymin, cytosine, uracil. So 3. എത്ര ആലോചിച്ച് പിരമിഡിൻസ് അല്ലെ. പിരമിഡിൻസ് എത്ര ഉണ്ട്? 3 പിരമിഡിൻസ് ഉണ്ട്. റെഡി ആണേ? ഓക്കെ മക്കളെ, ഗുഡ്. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാട്ടോ. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ, ഹൗ മെനി ടൈപ്പ് ഓഫ് നൈട്രോജനസ് ബേസസ് ആർ പ്രസന്റ് ഇൻ ന്യൂക്ലിക് ആസിഡ്?
എത്ര ടൈപ്പ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. അഡനിൻ ഗുവാനിൻ തൈമിൻ സൈറ്റോസിൻ യുറാസിൽ അല്ലെ? എത്ര ടൈപ്പ് ഉണ്ട്? 5 ടൈപ്പ് ഉണ്ട് അല്ലെ? സോ 3 is the right answer. Option 3 is the right answer. 5 types. How many type of nitrogenous bases are present in nucleic acid? Nucleic acid total 5 type present ആണ്. Adenine, guanine, thymine, cytosine, uracil. Ready അല്ലേ? So 3 is the right answer. The next question. How many of the following are purines? ഈ തന്നേക്കുന്നതിൽ ഏതൊക്കെയാ പ്യൂരിൻസ്? പ്യൂരിൻസ് എത്ര ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്? അഡനിനും ഗുവാനിനും അല്ലെ? അഡനിനും ഗുവാനിനും അതാണ് പ്യൂരിൻ. അങ്ങനെയാണ് അഡനിൻ ഗുവാനിൻ ഉണ്ടോ? അഡനിൻ ഇതാ, ഗുവാനിൻ ഇതാ. ബാക്കി ആരും പ്യൂരിൻ അല്ല, അഡനിനും ഗുവാനിനും. സോ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഓപ്ഷൻ 3 is right answer. Option 3 is the right answer. അഡനിൻ ഉണ്ട്, ഗുവാനിൻ ഉണ്ട്. സോ പ്യൂരിൻ എന്ന് പറയുന്നത് 2 ആളുകളാണ്. സോ ഓപ്ഷൻ 3 is the right answer. The next question. മക്കൾ ദി മോണോമർ ഓഫ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കുറേ ന്യൂക്ലിയോടൈഡ്സ് റിപ്പീറ്റ് ചെയ്ത് ഉണ്ടായിരിക്കുന്നത് അല്ലേ? അല്ലേടാ, പോളി ന്യൂക്ലിയോടൈഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിക് ആസിഡിന്റെ മോണോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ന്യൂക്ലിയോടൈഡ്സ് ആണ്. ആരാ? ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിക് ആസിഡിന്റെ മോണോമറിക് യൂണിറ്റിന്റെ പേരെന്താ? ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡ് ആണോ? അല്ല, ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? നിങ്ങൾ എന്നെ കൂടെ പറഞ്ഞു നോക്കിയേ, നല്ല കുഞ്ഞുങ്ങളായിട്ട് പറഞ്ഞു നോക്കിയേ. ഓക്കെ, ന്യൂക്ലിയോടൈഡ് അല്ലെ? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും അവിടെ? ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും അല്ലെ? ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും. റെഡി? ന്യൂക്ലിയോസൈഡ് ആൻഡ് ഫോസ്ഫേറ്റ്. ന്യൂക്ലിയോടൈഡ് പറഞ്ഞാൽ ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും. ന്യൂക്ലിയോസൈഡിൽ ആരൊക്കെ ഉണ്ടാവുക? ഷുഗർ പ്ലസ് നൈട്രോജൻ ബേസ് അല്ലെ? ഷുഗർ ആരൊക്കെയാ? ഷുഗർ 2 ആളുകളാണ്. പ്യൂരിൻ ആൻഡ് പിരമിഡിൻ ആണോ? അയ്യോ അല്ല, അത് നൈട്രോജൻ ബേസ് അല്ലേ? ഷുഗർ ആരാ? ഷുഗർ ആണ് റൈബോസ് ആൻഡ് ഡിയോക്സി റൈബോസ്. ആരൊക്കെയാ? റൈബോസും ഡിയോക്സി റൈബോസും. റെഡി? നൈട്രോജൻ ബേസസ് ആണ് പ്യൂരിൻ ആൻഡ് പിരമിഡിൻ. റെഡി? പ്യൂരിൻ ആൻഡ് പിരമിഡിൻ. പ്യൂരിൻസ് ആണ് അഡനിനും ഗുവാനിനും. പിരമിഡിൻസ് ആണ് തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. പിരമിഡിൻസ് ആണ് തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. പ്യൂരിൻസ് ആണ് അഡനിൻ, ഗുവാനിൻ. അപ്പൊ അങ്ങനെയാണ് ന്യൂക്ലിയോടൈഡ്. കുറേ ന്യൂക്ലിയോടൈഡ് റിപ്പീറ്റ് ചെയ്താലാണ് ആരുണ്ടാവുന്നത്? ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവുന്നത്. സോ ന്യൂക്ലിക് ആസിഡിന്റെ മോണോമറിക് യൂണിറ്റിന്റെ പേരെന്താ? ന്യൂക്ലിയോടൈഡ്സ്. സോ 1 is the right answer. Next question. Which of the following are the component of nucleotides? ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെ ഉണ്ട്? Heterocyclic nitrogenous base, then monosaccharide, then phosphoric acid. Yeah, that's right answer. Okay, നമുക്ക് നോക്കാം ആരൊക്കെയുള്ളത്. ഇതാ heterocyclic nitrogenous base ഉണ്ട്, monosaccharide ഉണ്ട്, ഷുഗർ ഇല്ലേ, then phosphoric acid ഉണ്ട്, nitrogenous base ഉണ്ട്, ഷുഗർ ഉണ്ട്, phosphate ഉണ്ട്. That means 1 is the right answer. 1 is the right answer. Which of the following are the component of nucleotides? Heterocyclic nitrogenous base, monosaccharide and phosphoric acid. So 1 is the right answer. 1 is the right answer. The next question ലേക്ക് നമുക്ക് പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. catalyzes the transfer of a group. നമുക്ക് തന്നേക്കുന്നതിൽ കുറച്ച് എൻസൈംസിന്റെ പേരുകളുണ്ട്, അവരുടെ ഫംഗ്ഷൻസ് ആണ് മുകളിൽ തന്നേക്കുന്നത്. നമുക്ക് ഓരോന്നിന് പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് നോക്കിയിട്ട് എൻസൈം ആരാ നോക്കാം. catalyzes the transfer of a group. ട്രാൻസ്ഫറിന് അതർ ഹൈഡ്രോജൻ അല്ലാത്ത മറ്റു ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ആള്. ഇത് എൻസൈം catalyzes the transfer of a group other than hydrogen. That enzyme is known as transferases. So 2 ഓപ്ഷൻസ് ഉണ്ട് ട്രാൻസ്ഫറേസ് വരുന്നത്. ഇത് കട്ട് ചെയ്യാം, ഇത് കട്ട് ചെയ്യാം. സോ ഒന്നുകിൽ 2 ആയിരിക്കും ഉത്തരം, അല്ലെങ്കിൽ 4 ആയിരിക്കും ഉത്തരം. റെഡി? ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. catalyzes removal of group from substrate by mechanism other than hydrolysis leaving a double bond. ഹൈഡ്രോളിസിസ് അല്ലാതെ ബോണ്ട് ബ്രേക്കിംഗ് റിയാക്ഷൻ ആണ്. ഓക്കെ, ബോണ്ട് പൊട്ടിക്കുന്നുണ്ട്. ഹൈഡ്രോളിസിസ് അല്ലാതെയുള്ള ബോണ്ട് ബ്രേക്കിംഗ് റിയാക്ഷൻ അത് ആരായിരിക്കും? ലൈസസ് ആയിരിക്കും അല്ലെ? ബോണ്ട് ബ്രേക്കിംഗ് ആണ് ലൈസ്. സോ ഇത് ലിഗേസ്, ഇവിടെ ലിഗേസ് ആണ്, ഇവിടെ ലൈസ് ആണ്. ആൻസർ കിട്ടിക്കഴിഞ്ഞു. 2 is the right answer. ലാസ്റ്റ് ഓപ്ഷൻ കൂടെ നോക്കാം. catalyzing the linkage of 2 molecules by using energy into 1 molecule. Okay, that means catalyzing the linking of 2 molecules. Linking, that means രണ്ടാളെ ജോയിൻ ചെയ്യിക്കുക. That means ligases. So 2 is the right answer. 2 is the right answer. എന്റെ കുഞ്ഞുങ്ങളെ, ഏതൊക്കെയായിരുന്നു നമ്മുടെ എൻസൈംസിന്റെ ക്ലാസ്സുകൾ? 6 ക്ലാസ് ഉണ്ടായിരുന്നു അല്ലെ? 6 ക്ലാസ് ഓർഡറിൽ പഠിക്കണം. ഒന്നാമത്തെ ക്ലാസ് ഏതായിരുന്നു? ഗുഡ്. ഓക്സിഡോറിഡക്ടേസ്, 2 ട്രാൻസ്ഫറേസ്, ഓക്സിഡോറിഡക്ടേസ്,
ട്രാൻസ്ഫറേസ്, അടുത്താരാ ഹൈഡ്രോലേസ്, ലയേസസ്, ഐസോമറേസസ്, ലിഗേസസ്. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ ആര ഓക്സിഡോ റിഡക്ടേസസ്, രണ്ടാമത്തെ ആര ട്രാൻസ്ഫറേസസ്, മൂന്നാമത്തെ ആര ഹൈഡ്രോലേസസ്, നാലാമത്തെ ആര ലയേസസ്, അഞ്ചാമത്തെ ആര ഐസോമറേസസ്, ആറാമത്തെ ആര ലിഗേസസ്. അങ്ങനെ 6 കാറ്റഗറി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. which one of the following is not a polymeric substance? പോളിമെറിക് സബ്സ്റ്റൻസ് അല്ലാത്തത്. നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. പോളിമെറിക് സബ്സ്റ്റൻസ് അല്ലാത്ത which one of the following is not a polymeric substance? Rubber, gum, cellulose, these are polymeric substance. Rubber, gum, cellulose, NCERT. Morphine and codeine, these are alkaloid. So this is the right answer. Morphine is the right answer. Morphine and codeine. Morphine codeine എന്തോന്ന ആൽക്കലോയിഡ്സ് ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പോളിമെറിക് സബ്സ്റ്റൻസ് അല്ലാത്ത ആരാണ് ചോദിച്ചത്? നോട്ട് എ പോളിമെറിക് സബ്സ്റ്റൻസ്, that is morphine. Ready? The next question. Which one of the graph shows the effect of pH on the velocity of a typical enzymatic reaction? Which one of the graph shows the effect of pH on the velocity of a typical enzymatic reaction? Okay, pH in effect ആ ചോദിച്ചിരിക്കുന്നത്. pH ന്റെ ഗ്രാഫും വെലോസിറ്റിയും, that means speed. Okay, this is the right answer. 3 is the right answer here. This 3. Okay, 3 is the right answer. 3 is the right answer. Which one of the following graph shows the effect of pH? pH ആണെങ്കിലും ഇനി അതുപോലെ തന്നെ നിങ്ങൾ ടെമ്പറേച്ചറിന്റെ ഗ്രാഫ് പഠിക്കുന്ന ഇങ്ങനെ തന്നെയാണ് അല്ലെ? ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ്, മാക്സിമം ആക്ടിവിറ്റി ഉണ്ടാവും അല്ലെ? ഒപ്റ്റിമം ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ഇവിടെ ഒപ്റ്റിമം pH-ലായിരിക്കും മാക്സിമം ആക്ടിവിറ്റി ഉണ്ടാവുന്നത് അല്ലെ? ഓക്കെ, സോ ഹിയർ 3 is the right answer. The next questionലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. In competitive inhibition, inhibitor resemble the substrate in molecular structure. Competition between substrate and inhibitor to occupy active site. കുഞ്ഞുങ്ങളെ, binding the inhibitor to activity site decline the enzyme action. Okay, inhibitor to active site decline the enzyme action. Inhibitor resemble the substrate in molecular structure. ഇൻഹിബിറ്ററിന്റെയും സബ്സ്ട്രേറ്റിനെ പോലെ തന്നെ കാണാനുണ്ടാവും. ശരിയാണ്. കോമ്പറ്റീഷൻ ബിറ്റ്വീൻ സബ്സ്ട്രേറ്റ് ആൻഡ് ഇൻഹിബിറ്റർ ടു ഒക്യുപ്പൈ ആക്റ്റീവ് സൈറ്റ്. രണ്ടുപേരും കൂടെ ആക്റ്റീവ് സൈറ്റിലേക്ക് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ബൈൻഡിങ് ദി ഇൻഹിബിറ്റർ ടു ആക്റ്റീവ് സൈറ്റ് ഡിക്ലൈൻ ദി എൻസൈം ആക്ഷൻ. ഇതും ശരിയാണ്. സോ ഓൾ ആർ കറക്റ്റ്. സോ 4 is the right answer. All are correct. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനിൽ നമ്മുടെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം. ഇത് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് വിചാരിക്കൂ. ഇയാളുടെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യേണ്ടിയിരുന്ന സബ്സ്ട്രേറ്റിന്റെ പേര് സക്സിനേറ്റ്. ഓക്കെ, ഇതുമായിട്ട് സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള ആളാണ് ഇവരെ പേരാണ് മലോണേറ്റ്. ഇവര് വന്നിട്ട് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റ് ചെയ്യാണ്. ഓക്കെ, ഇയാളുടെ പേര് സക്സിനേറ്റ്. ഇവരാണ് സക്സിനേറ്റ്, ഇവരാണ് മലോണേറ്റ്, ഇവരാണ് ഇൻഹിബിറ്റർ. സക്സിനേറ്റ് ആണ് ഇവിടുത്തെ എന്തോന്ന് സബ്സ്ട്രേറ്റ്. ഇവിടുത്തെ ഇൻഹിബിറ്റർ ആണ് മലോണേറ്റ്. സക്സിനേറ്റ് കയറി ബൈൻഡ് ചെയ്യുന്ന സ്ഥലത്ത് മലോണേറ്റ് കയറി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി സ്റ്റോപ്പ് ആയി പോകും. ഓക്കെ, എൻസൈമിന്റെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. അവിടെ കയറി ബൈൻഡ് ചെയ്യേണ്ടിയിരുന്ന സബ്സ്ട്രേറ്റിന്റെ പേര് സബ്സ്ട്രേറ്റിന്റെ പേര് സക്സിനേറ്റിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ കയറി വന്ന് നിൽക്കുന്ന ആള് മലോണേറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന്റെ പറയാനുള്ളത്. ഓക്കെ ആണ്. അടുത്തത് അഡിനോസിൻ, ഗുവനോസിൻ, തൈമിഡിൻ, യൂറിഡിൻ, സൈറ്റിഡിൻ ആർ ഓൾ നമുക്ക് പറയാം അഡനിൻ പ്ലസ് ഷുഗർ അഡിനോസിൻ, ഗുവനിൻ പ്ലസ് ഷുഗർ ഗുവനോസിൻ, തൈമിൻ പ്ലസ് ഷുഗർ തൈമിഡിൻ, യൂറാസിൽ പ്ലസ് ഷുഗർ യൂറിഡിൻ, സൈറ്റോസിൻ പ്ലസ് ഷുഗർ സൈറ്റിഡിൻ. ഇവരൊക്കെ ആരാ? ന്യൂക്ലിയോസൈഡ് ആണ്. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്? ന്യൂക്ലിയോസൈഡ്. ഓക്കെ, അഡിനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ് അഡെനിലിക് ആസിഡ്, guanosine plus phosphate guanilic acid, uridine plus phosphate uridylic acid, cytidine plus phosphate cytidylic acid. ഇവരൊക്കെ ആരാ? ന്യൂക്ലിയോടൈഡ്. ഇവരൊക്കെ ആരാ? ന്യൂക്ലിയോടൈഡ്. അപ്പൊ ന്യൂക്ലിയോ സൈഡ് കണ്ടു, ന്യൂക്ലിയോടൈഡ് കണ്ടു, ന്യൂക്ലിയോ സൈഡും കണ്ടു, പിന്നീട് ന്യൂക്ലിയോടൈഡും കണ്ടു. അപ്പം ആൻസർ ഏതാ വരിക? ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. സോ 2 is the right answer. ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. റെഡി അല്ലേ? അപ്പൊ മക്കളെ പക്കയാണ് നിങ്ങൾ. 2 is the right answer. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓടിപ്പോ. റെഡി? ഓക്കെ, റെഡി. പ്രോട്ടീൻസ്. പ്രോട്ടീൻ ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞു, പ്രോട്ടീൻ ഓൾവേസ് ഒക്കറസ് എ ഹെറ്ററോപോളിമർ.
കുറേ അമിനോ ആസിഡ്സ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ലേ പ്രോട്ടീൻ ഉണ്ടാവുക. ഒരിക്കലും ഒരേ അമിനോ ആസിഡ് ഇങ്ങനെ ജോയിൻ ചെയ്ത ഒരു പ്രോട്ടീൻ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഒന്നുകിൽ ഗ്ലൈസിൻ 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 ഗ്ലൈസിൻ, അല്ലെങ്കിൽ അലാനിൻ അലനിൻ അലനിൻ അല അല അലൻ, അങ്ങനെ ഒരു പ്രോട്ടീൻ ഉണ്ടാവില്ല. ഇവരൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കുറെ ആൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാവുക. ഒരിക്കലും ഒരേപോലെയുള്ള മോണോമർ ജോയിൻ ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പോളിമർ ഉണ്ടാവില്ല. പ്രോട്ടീൻ ഓൾവേസ് occur as a heteropolymer. So proteins are heteropolymer. 2 is the right answer. Protein always occur as a heteropolymer. കുഞ്ഞുങ്ങൾ ഓക്കെ ആണോ? ഓക്കെ മക്കളെ, ഓക്കെ റെഡി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ലെസിത്തിൻ എന്ന് പറയുന്നത് ആരാന്നാ ചോദിച്ചത്? ലെസിത്തിൻ നോട്ട് ലെക്ടിൻ. ലെക്ടിൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മെറ്റബോലൈറ്റ്. അപ്പൊ ഇതാരാ? ലെസിത്തിൻ ആണോ മക്കളെ? ലെസിത്തിൻ എന്ന് പറഞ്ഞാൽ ഫോസ്ഫോലിപ്പിഡ് ആണ്. ഫോസ്ഫോലിപ്പിഡ് നമ്മുടെ സെൽ മെമ്പർ ഉണ്ടാക്കിയിരിക്കുന്നില്ലേ? സെൽ മെമ്പർ ഉണ്ടാക്കിയിരിക്കുന്ന ഫോസ്ഫോലിപ്പിഡിന്റെ 2 ലെയർ കൊണ്ടാണ്. Cell membrane is made up of phospholipid bilayer. Cell membrane is made up of phospholipid bilayer. Cell membrane is made up of phospholipid bilayer. Cell membrane ഉണ്ടാക്കിയിരിക്കുന്ന എന്തിന്റെ ബൈലെയർ കൊണ്ടാണ്? ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ കൊണ്ടാണ്. അതാണ് ലെസിത്തിൻ is a phospholipid. ready? Lecithin is a phospholipid. One is the right answer. മക്കളെ, ഇവിടെ മാച്ച് ദി ഫോളോയിങ് ആണ്. ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളത്തില് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ മാച്ച് ചെയ്തോളൂ. റെഡി? ഒന്നാമത്തെ പിഗ്മെന്റ്സ് ആണ്. പിഗ്മെന്റ്സ് ആരൊക്കെയാ? പറഞ്ഞോളൂ. കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയനിൻ. പിഗ്മെന്റ്സിലപ്പം 1 മാച്ച് വിത്ത് 3, A മാച്ച് വിത്ത് 3. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഈ ഓപ്ഷൻ കട്ടാക്കി. അപ്പൊ ഇത് തന്നെ ശരി കിട്ടി. മൂന്നാമത്താണ് ശരി ഉത്തരം അല്ലെ? പിഗ്മെന്റ്സ് പറഞ്ഞാൽ കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയനിൻ. ടോക്സിൻസ് നമുക്ക് ബാക്കി കൂടെ നോക്കാം. ടോക്സിൻ അബ്രീൻ ആൻഡ് റൈസിൻ. ടോക്സിൻസ് ആരൊക്കെയാ? അബ്രീൻ ആൻഡ് റൈസിൻ. സോ ബി മാച്ച് വിത്ത് 1. കറക്റ്റ് ആണ്. ബി മാച്ച് വിത്ത് 1. അബ്രീൻ ആൻഡ് റൈസിൻ. ആൽക്കലോഡ്സ് മോർഫിൻ ആൻഡ് കൊഡീൻ. മോർഫിൻ ഇവിടെ ഉണ്ട്, കൊഡീൻ ഇത് എവിടെയുള്ളത്? ഇത് ഇവിടെ വെക്കേണ്ട സാധനമാണ്. മോർഫിൻ ആൻഡ് കൊഡീൻ. ആൽക്കലോഡ്സ് മാച്ച് വിത്ത് മോർഫിൻ ആൻഡ് കൊഡീൻ. ഇനി ലെക്ടിൻസ് ആരൊക്കെയാ? ലെക്ടിൻസ് കോൺകനാവലിൻ എ. എവിടെ ആയി പോയിട്ടുണ്ട്? കോൺകനാവലിൻ എ. ഓക്കെ അല്ലേ? സോ 3 is the right answer. നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. പിഗ്മെന്റ്സ് ആരാ? പിഗ്മെന്റ്സ് കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയനിൻ. പിഗ്മെന്റ്സില് കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയനിൻ. ടോക്സിൻസില് അബ്രിൻ ആൻഡ് റൈസിൻ. ആൽക്കലോഡ്സ് മോർഫിൻ ആൻഡ് കൊഡീൻ. ലെക്ടിൻസ് കോൺകനാവലിൻ എ. ലെക്ടിൻ എക്സാമ്പിൾ കോൺകനാവലിൻ എ. സോ 3 is the right answer. അടുത്തതിലേക്ക് പോവാം. കുഞ്ഞുങ്ങൾ, ഈ സ്ട്രക്ചർ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? NCERT കറക്റ്റ് ആയിട്ട് അങ്ങനെ പാഠം കൊടുത്തേക്കുന്നുണ്ട്. ഇത് ആരുടെ പടാണ്? നമുക്ക് ഒരു ഒറ്റ കാര്യമാണ്, ഇതൊരു സിംഗിൾ റിംഗ് സ്ട്രക്ചർ ആണ്. സോ ഇത് ഏതോ ഒരു പിരമിഡിന്റെ പടാണ്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ മക്കളെ, 1 രണ്ടാമത്തേതിൽ വന്ന് കാർബണിൽ വന്നിട്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. 3 4 5 6ാമത്തേൽ ഇരിക്കുന്നുണ്ട്. സോ ഇയാളാണ് യുറാസിൽ. ഇയാളുടെ പേരെന്താ? യുറാസിൽ. ഓക്കെ അല്ലേ? ഇയാളുടെ പേരെന്താ? യുറാസിൽ. ഇനി അടുത്തളിലേക്ക് നമുക്ക് പോയി നോക്കാം. അടുത്തത് എന്താ? സെലക്ട് ദി ഓപ്ഷൻ ഹാവിംഗ് ഓൾ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ആൽക്കലോഡ്സ് നമ്മൾ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. സെക്കൻഡറി മെറ്റബോലൈറ്റ്സ് എന്നുള്ള കളികളാണ് ഇവിടെ. ആൽക്കലോഡ്സ് മോർഫിൻ ആൻഡ് കൊഡീൻ. A match with 3. അപ്പൊ ഇതല്ലല്ലോ ഉത്തരം കിട്ടിയല്ലോ. ഇതല്ലേ ഉത്തരം. ബാക്കി നോക്കണ്ടേ? ആൽക്കലോഡ്സ് ആരൊക്കെയാ? മോർഫിൻ ആൻഡ് കൊഡീൻ ആണ് ആൽക്കലോഡ്സ്. പിഗ്മെന്റ്സ് ആരൊക്കെയാ? പിഗ്മെന്റ്സ് ആണ് കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയനിൻ. പിഗ്മെന്റ്സ് ആണ് കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയനിൻ. പിഗ്മെന്റ്സ് ബി മാച്ച് വിത്ത് 1. പിഗ്മെന്റ്സ് ആണ് കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയനിൻ. പിഗ്മെന്റ്സ് ആരൊക്കെയാ? കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയനിൻ. പിഗ്മെന്റ്സിൽ 2 എക്സാമ്പിൾസ് ആണുള്ള കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയനിൻ. പിഗ്മെന്റ്സ് ആണ് കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയനിൻ. ഡ്രഗ്സിൽ വിൻക്രിസ്റ്റീൻ, വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ. 2 is the right answer. ഡ്രഗ്സിൽ വന്നിട്ട് വിൻക്രിസ്റ്റീൻ, വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ. ആൽക്കലോഡ്സ് മോർഫിൻ ആൻഡ് കൊഡീൻ. പിഗ്മെന്റ്സ് കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയനിൻ. ഡ്രഗ്സ് വിൻക്രിസ്റ്റീൻ, വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ മാത്സ്. സോ 3 is the right answer. ഒരു ബുദ്ധിമുട്ടില്ല, പക്ക നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 3 is the right answer. ചോദ്യം പറച്ചിലൊന്നുമില്ല. റെഡി? കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ഫ്രം ദി ഫോളോയിങ് ഗ്രൂപ്സ് സെലക്ട് ദി വൺ വിച്ച് ഹാസ് ഓൺലി സെക്കൻഡറി മെറ്റബോലൈറ്റ്സ്. ഈ തന്നിരിക്കുന്ന സെക്കൻഡറി മെറ്റബോലൈറ്റ്സ് മാത്രമുള്ള ആരാണ്? ഫ്രം ദി ഫോളോയിങ് ഗ്രൂപ്പ് സെലക്ട് ദി വൺ വിച്ച് ഹാസ് ഓൺലി സെക്കൻഡറി മെറ്റബോലൈറ്റ്സ്. അബ്രിൻ ഒരു സെക്കൻഡറി. സെല്ലുലോസ് അല്ല, തെറ്റി. ഗ്ലൈസിൻ ശരിയാണ്, ഗ്ലൈസിൻ ഇല്ല. ഓക്കെ, കരോട്ടിനോയിഡ്സ് കറക്റ്റ് ആണ്. ഫിനൈലലൈൻ തെറ്റി. ദെൻ കോൺകനാവലിനെ കറക്റ്റ്.
Morphine, okay. Codeine, okay. Vinblastine, okay. So 4 is the right answer. 4 is the right answer. എല്ലാം സെക്കൻഡറി മെറ്റബോലൈറ്റ്സ് മാത്രമേ വരുന്ന ഇതിൽ ഏതാ ചോദിച്ചത്? സെക്കൻഡറി മെറ്റബോലൈറ്റ്സ് മാത്രമേ കാണാൻ പാടുള്ളൂ. സോ 4 is the right answer. DNA and RNA comprises of DNA RNA കോമൺ ആയിട്ടുള്ള ആരൊക്കെയാ? ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രോജൻ ബേസ് ഉണ്ട്. ഷുഗർ, ഫോസ്ഫേറ്റ് ആൻഡ് നൈട്രോജൻ ബേസ്. സോ 1 is the right answer. 1 is the right answer. 1 is the right answer. The next question ലേക്ക് പോവാം. Which of the following is a homopolysaccharide? Homopolysaccharide. Homopolysaccharide example ആണ് starch, glycogen, cellulose, inulin, chitin. ഇവരൊക്കെ ഹോമോപോളിമർ ആണ് അഥവാ ഹോമോപോളിസാക്കറൈഡ് ആണ്. സ്റ്റാർച്ച് ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ഇവരൊക്കെ ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ്, ഇനുലിൻ homopolymer of fructose, then chitin homopolymer of N-acetyl glucosamine. അങ്ങനെയാണ് ഇവിടെ ഉത്തരം. which one of the following is a homopolysaccharide? Inulin is a homopolysaccharide. heparin, agar agar, pectin, hyaluronic acid ഇവരൊക്കെ ആരാ? ഇവരൊക്കെ heteropolysaccharide ആണ്. heparin, pectin, mucin, hyaluronic acid, agar agar. okay, heparin, agar agar, pectin, hyaluronic acid, മ്യൂസിൻ ഇവരൊക്കെ ആരാ? ഇവരൊക്കെ ഹെട്രോപോളിസാക്കറൈഡ് ആണ്. ഹെട്രോപോളിസാക്കറൈഡ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോമോപോളിസാക്കറൈഡ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, ഇനുലിൻ, കൈറ്റിൻ. സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, ഇനുലിൻ, കൈറ്റിൻ. ഇവിടെ ഓപ്ഷൻ ആരാണ്? ഇനുലിൻ ഈസ് എ ഹോമോപോളിസാക്കറൈഡ്. linkage that joins two adjacent nucleotides in RNAs. ഇതേ കുഞ്ഞിങ്ങളെ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താ? ന്യൂക്ലിയോടൈഡിൽ the linkage that joins two adjacent nucleotides in RNA. RNA രണ്ട് ന്യൂക്ലിയോടൈഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആരാണ്? രണ്ട് ന്യൂക്ലിയോടൈഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന RNA ആയിക്കോട്ടെ DNA ആയിക്കോട്ടെ, അവർ ആരാ രണ്ട് ന്യൂക്ലിയോടൈഡ്സിനെ ജോയിൻ ചെയ്യുന്ന? ഷുഗർ, ഫോസ്ഫേറ്റ്, ഷുഗർ ബോണ്ട്. that means phosphodiester bond. രണ്ട് എസ്റ്റർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട് നടുവില്. phosphodiester bond. so 2 is the right answer. phosphodiester bond. option 2 is the right answer. phosphodiester bond. sugar, phosphate, sugar bond. sugar, phosphate, sugar bond. sugar, phosphate, sugar bond. phosphodiester bond. sugar, phosphate, sugar bond. sugar, phosphate, sugar bond. that means phosphodiester bond. sugar, phosphate, sugar bond. phosphodiester bond. ready? phosphodiester bond. Next, the inhibition of succinic dehydrogenase by malonate is an example of. The inhibition of succinic dehydrogenase by malonate is an example of. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സക്സിനിക് ഡീഹൈഡ്രോജനേസ്, സക്സിനിക് ആസിഡ്, സക്സിനിക് ഡീഹൈഡ്രോജനേസ് അവിടെ സക്സിനേറ്റ് വന്ന് ബൈൻഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ മലോണേറ്റ് കയറി ബൈൻഡ് ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞാണ്. ഇത് ഏത് ടൈപ്പ് ഇൻഹിബിഷനാ? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. ഓക്കെ, സബ്സ്ട്രേറ്റും ഇൻഹിബിറ്ററും കാണാൻ ഒരുപോലെ. ഇൻഹിബിറ്റർ സബ്സ്ട്രേറ്റിന്റെ സൈഡിലേക്ക് കയറി, ആക്റ്റീവ് സൈഡിലേക്ക് കയറി ബൈൻഡ് ചെയ്യുന്ന അവസ്ഥ. കോമ്പറ്റീഷൻ ആണ്. രണ്ടുപേരിൽ ആര് ബൈൻഡ് ചെയ്യുന്നത്? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. ഇൻഹിബിഷൻ നടക്കണമെങ്കിൽ അവിടെ ആര് വന്ന് ബൈൻഡ് ചെയ്യണം? ഇൻഹിബിറ്റർ കയറി ബൈൻഡ് ചെയ്യണം. അല്ലെ, സബ്സ്ട്രേറ്റിനെ മാറ്റി അവിടെ ആര് കയറി ബൈൻഡ് ചെയ്യണം? ഇൻഹിബിറ്റർ കയറി ബൈൻഡ് ചെയ്യണം. ഇത് ഏത് ടൈപ്പ് ഇൻഹിബിഷൻ? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. 1 is the right answer. An example of the competitive inhibition of an enzyme is the inhibition of. An example of the competitive inhibition of an enzyme is the inhibition of. എന്താ ചോദിച്ചിരിക്കുന്നത്? An example of the competitive inhibition. Okay, an enzyme is an inhibition of. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു succinic dehydrogenase by malonic acid, that means malonate. So 1 is the right answer. Here 1 is the right answer. Succinic dehydrogenase by malonic acid. So 1 is the right answer. An example of the competitive inhibition. Okay, 1 is the right answer. 1 is the right answer. The next, NAD, NADH, NADPR not a participant in any catalytic reaction. Participants as cofactor in non-catalytic reaction. Okay, participants as cofactor in enzyme catalyzed reaction. Participants as cofactor in both non-catalytic and enzyme catalyzed reaction. ഇയാള് enzyme catalyzed reactionല് cofactor ആണ് അല്ലെ. So participants as cofactor in enzyme catalyzed reaction. So 3 is the right answer. NAD, nicotinamide adenine dinucleotide. NADH, okay, hydrogenase. Then NADP ആണെങ്കിൽ phosphate അല്ലെ. So nicotinamide adenine dinucleotide. Then a dinucleotide phosphate. Okay, ready? So here 3 is the right answer. The next, an organic substance bound to an enzyme
And essential for its activity is called organic substance ആണ്. Bound to an enzyme. Enzyme ആയിട്ട് bound ചെയ്യുന്ന organic substance. And essential for its activity. അതിന്റെ ആക്ടിവിറ്റിക്ക് ഭയങ്കര എസെൻഷ്യൽ ആണ്. അതാണ് coenzyme. Coenzyme. Cofactor എക്സാമ്പിൾ ആയിട്ട് coenzyme. Cofactors ആരൊക്കെയാണ് വരുന്നത്? അപ്പോ എൻസൈം പ്രോട്ടീൻ പാർട്ടാണ്. നോൺ പ്രോട്ടീൻ പാർട്ടാണ് കോഫാക്ടർ. നോൺ പ്രോട്ടീൻ പാർട്ടിൽ ആരൊക്കെയാണ് വരുന്നത്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോഎൻസൈം, മെറ്റൽ അയൺ. ഗുഡ്, റൈറ്റ് ആൻസർ. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോഎൻസൈം, മെറ്റൽ അയൺ. ഒന്നും കൂടെ പറഞ്ഞു നോക്കിയോ. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോഎൻസൈം, മെറ്റൽ അയൺ. Prosthetic group, coenzyme, metal ion. Okay, ready? So here coenzyme is the right answer. Which one of the following pair of nitrogenous bases of nucleic acid is wrongly matched? Which one of the following pair of nitrogenous base of nucleic acid is wrongly matched pair? ഏതാണ് തെറ്റായിട്ടുള്ളത്? With the category mentioned against it. Thymine, uracil. Thymine, uracil നമുക്ക് ആദ്യം വെറുതെ എഴുതി വെക്കാവേ. അഡനിൻ, ഗുവാനിൻ ഇവരാര പ്യൂരിനാണ് അല്ലെ. അപ്പം തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ ഇവരാരാ? പിരമിഡിനാണ്. ഓക്കെ, തൈമിൻ, യുറാസിൽ, പിരമിഡിൻ, റൈറ്റ്. യുറാസിൽ, സൈറ്റോസിൻ, പിരമിഡിൻ, റൈറ്റ്. അഡനിൻ ആൻഡ് ഗുവാനിൻ, പ്യൂരിൻ, ഗുഡ്, റൈറ്റ്. Adenine and thymine, purine, it's strong. Thymine is a pyrimidine. Adenine is a purine. So 4 is the right answer. 4 is the right answer. This is the wrongly matched one. Okay, wrongly matched one എന്ന് പറയുന്ന fourth option ആണ്. Fourth option ആണ് wrong ആയിട്ടുള്ള മാച്ച് ആയിട്ടുള്ള അഡനിനും തൈമിനും പ്യൂരിൻസ് ആണെന്ന് പറഞ്ഞത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. A competitive inhibitor of succinic dehydrogenase. കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്ററിനെയാണ് ചോദിച്ചേക്കുന്നത്. കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റർ ആരാ? സക്സിനേറ്റ് കയറി ബൈൻഡ് ചെയ്യുന്ന സ്ഥലത്ത് സക്സിനേറ്റിനെ മാറ്റി നിർത്തി അവിടെ കയറി ബൈൻഡ് ചെയ്യുന്നവൻ ആരാ? മലോണേറ്റ്. ആരാ? മലോണേറ്റ്. സോ ആരാണ് ഉത്തരം? മലോണേറ്റ്. 1 is the right answer. മലോണേറ്റ് is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഡയഗ്രം ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. Given below is the diagrammatic representation of one of the categories of small molecular weight organic compounds in the living tissue. Identify the category shown and the one blank component X in it. X ആണെന്ന് കണ്ടുപിടിക്കണം. ഇത് എന്ത് കോമ്പൗണ്ട് എന്ന് അറിയണം. ഇതൊരു ഷുഗർ ഉണ്ട്, ഇവിടെ ഒരു നൈട്രോജൻ ബേസ് ഉണ്ട്. ഷുഗറും നൈട്രോജൻ ബേസും കൂടെ ചേർന്നാൽ അവിടെ ഒരു ന്യൂക്ലിയോസൈഡ് ആണ്. സോ എ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. കാറ്റഗറിയിൽ ന്യൂക്ലിയോസൈഡ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ അപ്പൊ നമുക്ക് ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കാം. ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഈ പടം ആരുടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാരാ? യുറാസിലാണ്. യുറാസിലാണ്. ദാറ്റ് മീൻസ് ഇവിടെ വരാൻ പോകുന്ന ആളാരാ? എക്സ് ആരാ? യുറാസിലാണ്. സോ ഇതൊരു ന്യൂക്ലിയോസൈഡ് ആണ്. യുറാസിൽ പ്ലസ് ഷുഗർ ആണ് യുരിഡിൻ അല്ലെ. സോറി, യുറാസിൽ പ്ലസ് ഷുഗർ ആണ് ആര്? യുരിഡിൻ. ഇതൊരു ന്യൂക്ലിയോസൈഡ് ആണ്. യുരിഡിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറും. ഓക്കെ, സോ ഹിയർ 4 is the right answer. Which one is the most abundant protein in the animal world? ഇതിന്റെ കുഞ്ഞിലെ അനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ആരാ? മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദി അനിമൽ വേൾഡ് ആരാ? അത് ഉത്തരം കൊളാജൻ. കൊളാജൻ ആക്ട് ആസ് എ intercellular ground substance. Most abundant protein in the animal world is collagen. Collagen act as a intercellular ground substance. ഇതാണ് most abundant protein in the animal world. റെഡി ആണ്? അനിമൽ വേൾഡ് ഇതാണ് കൊളാജൻ. ഓക്കെ, റെഡി? അപ്പൊ മക്കളെ നമ്മൾ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? Which one of the following statement is wrong? ഈ തന്നേക്കുന്നതിൽ ഏതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത്? സെല്ലുലോസ് is a polysaccharide. സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ഇവരൊക്കെ പോളിസാക്കറൈഡ് ആണ്. റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, യുറാസിൽ is a pyrimidine. യുറാസിൽ എന്ന് പറയുന്ന പിരമിഡിൻ ആണോ? തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഗുഡ്, ഇറ്റ്സ് എ pyrimidine. റൈറ്റ് ആൻസർ. ഗ്ലൈസിൻ is a sulfur containing amino acid. It's wrong. സിസ്റ്റീൻ ആൻഡ് മെത്തിയോണിൻ അവരാണ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. സുക്രോസ് is a disaccharide. റൈറ്റ് ആൻസർ. സോ ഇവിടെ നമുക്ക് ഉത്തരം എന്താ? 3 is the right answer. ഗ്ലൈസിൻ എന്ന് പറയുന്ന സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് അല്ല. നമ്മളോട് ചോദിച്ച റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 3 is the right answer. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not a polymeric substance? Polymeric substance അല്ലാത്ത ഏതാണ്? Is not a polymeric substance. Nucleic acid, കുറേ ന്യൂക്ലിയോടൈഡ്സ് റിപ്പീറ്റ് ചെയ്ത ന്യൂക്ലിക് ആസിഡ് ഉണ്ടായത്. സോ ദിസ് ഇസ് റൈറ്റ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കുറേ അമിനോ ആസിഡ് ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടായത്. സോ ഇറ്റ്സ് ഓൾസോ റൈറ്റ്. പോളിസാക്കറൈഡ്, കുറേ മോണോസാക്കറൈഡ് യൂണിറ്റ് റിപ്പീറ്റ് ചെയ്ത പോളിസാക്കറൈഡ് ഇസ് ഓൾസോ റൈറ്റ്. ബട്ട് ലിപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ജോയിൻ ചെയ്തിട്ടാ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഓക്കെ, അല്ലാതെ കുറേ യൂണിറ്റ് ഒരേപോലത്തെ വന്നിട്ടല്ല. ഓക്കെ, സോ 4 is the right answer. Answer is 4.
4 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കൾക്ക് അടുത്ത ചോദിച്ചതാണ് നോൺ പ്രോട്ടീനേഷ്യസ് എൻസൈം ഈസ് നോൺ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള എൻസൈം ഏതാ? പ്രോട്ടീനേഷ്യസ് അല്ല, നമ്മൾ പറയുന്നുണ്ട് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ എക്സെപ്റ്റ് റൈബോസൈം അല്ലെ? അങ്ങനെയാണ് ഇവിടെ ചോദിച്ചത്. നോൺ പ്രോട്ടീനേഷ്യസ് എൻസൈം ആരാന്നാ ചോദിച്ചത്. നോൺ പ്രോട്ടീനേഷ്യസ് എൻസൈം ആരാ? നോൺ പ്രോട്ടീനേഷ്യസ് എൻസൈം ആരാ? റൈബോസൈം. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ എക്സെപ്റ്റ് റൈബോസൈം. ഓൾ പ്രോട്ടീൻസ് അല്ല, ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ എക്സെപ്റ്റ് റൈബോസൈം. റൈബോസൈം എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ് ആണ്. റൈബോസൈം എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡ് ആണ്. റൈബോസൈം എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡ് ആണ്. സോ 2 is the right answer. മക്കളെ ചോദിച്ചു which one of the following statement is correct with reference to enzyme? എൻസൈമില് നമുക്ക് അപ്പോ എൻസൈം ഈക്വൽ ടു ഇതല്ല, കറക്റ്റ് അല്ല. ഹോളോ എൻസൈം ഈക്വൽ ടു അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈം. ഹോളോ എൻസൈം ഒരു മുഴുവനായിട്ടുള്ള ഒരു എൻസൈം എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ ഉണ്ടാവും? അതിന്റെ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും, നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും. അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈം. അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈം ദാറ്റ്സ് ഈക്വൽ ടു ഹോളോ എൻസൈം. 2 is the right answer. ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോളോ എൻസൈം. അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോളോ എൻസൈം. സോ 2 is the right answer. എന്റെ കുഞ്ഞുങ്ങളെ കൂടെ പറ. ഹോളോ എൻസൈം ഈക്വൽ ടു അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈം. ഹോളോ എൻസൈം ഈക്വൽ ടു അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈം. സോ 2 is the right answer. റെഡി അല്ലേ? 2 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Which of the following biomolecule does have a phosphodiester bond? Which of the following biomolecules does have a phosphodiester bond? Phosphodiester bond ഉള്ളത് ഏതിലാണ് അല്ലേ? Following biomolecule does have a phosphodiester bond. Fatty acidum glyceridum അതിലല്ലല്ലോ. അല്ല, phosphodiester ആണ്. That means nucleic acid ആണ്. Monosaccharide in a polysaccharide അല്ല. അതേതാ? Glycosidic bond ആണ്. Amino acids in a polypeptide അല്ല, ഇത് peptide bond ആണ്. Nucleic acid in a nucleotide. 2, 4 is the right answer. Option 4 is the right answer. ഒരു ന്യൂക്ലിയോടൈഡ്സ് തമ്മിൽ, ഒരു ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിയോടൈഡ്സ് തമ്മിലാണ് ഏത് ബോണ്ട്? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. So 4 is the right answer. Next question. The substrate has to go through a much higher energy state or transitional state in case of നമ്മളൊരു എൻസൈമിന്റെ റിയാക്ഷന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കാറുണ്ട് അല്ലെ? ഇവിടെ നമ്മളൊരു ഹയർ എനർജി സ്റ്റേറ്റ് കാണിക്കാറുണ്ട് അല്ലെ? ഇതൊരു എനർജി റിലീസിംഗ് ആണെങ്കിൽ ഇത് സബ്സ്ട്രേറ്റ് എനർജി ലെവലാണ്, ഇത് നമ്മുടെ പ്രോഡക്റ്റ് എനർജി ലെവലാണ്. സോ സബ്സ്ട്രേറ്റ് എനർജി ലെവൽ മുകളിലും പ്രോഡക്റ്റ് എനർജി ലെവൽ താഴെയാണ്. ഇതൊരു എക്സോതെർമിക്, പ്രോഡക്റ്റ് എനർജി ലെവൽ ഇത്രയുണ്ട്, സബ്സ്ട്രേറ്റ് എനർജി ലെവൽ ഇവിടെയാണ്. സോ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്, എനർജി റിലീസിംഗ് ആണ് അല്ലെ? അതേസമയത്ത് ഒരു എൻഡോതെർമിക് ആണെങ്കിൽ പ്രോഡക്റ്റ് എനർജി ലെവൽ ഇങ്ങനെ മുകളിലായിരിക്കും. ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ, ഇതൊരു എക്സോതെർമിക് ആണ്, ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, ഇവിടെ ഏതാണെങ്കിലും ശരി ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. ദാറ്റ് മീൻസ് ഇതാണ് ഇവിടെ ഹയർ എനർജി സ്റ്റേറ്റ്, ഇതാണ് ഇവിടെ ഹയർ എനർജി സ്റ്റേറ്റ്. നമ്മൾ വിളിക്കുന്നവരാണ് ട്രാൻസിഷണൽ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഇതാണ് ഒരു ഹയർ എനർജി സ്റ്റേറ്റ് അഥവാ ട്രാൻസിഷണൽ എനർജി സ്റ്റേറ്റ്. The substrate has to go through a much higher energy state or transition state in case of both exothermic and endothermic reaction. ഓക്കെ, എക്സോതെർമിക് റിയാക്ഷൻ ആയിക്കോട്ടെ എൻഡോതെർമിക് റിയാക്ഷൻ ആയിക്കോട്ടെ, രണ്ട് റിയാക്ഷനിൽ ഒരു ഹൈ എനർജി ലെവലിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എക്സോതെർമിക് ആണെങ്കിൽ എൻഡോതെർമിക് ആണെങ്കിൽ രണ്ട് റിയാക്ഷനിൽ അത് പോയിരിക്കും. ബോത്ത് എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. So 3 is the right answer. Both exothermic and endothermic reaction. That means 3 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ, when the cofactor is removed from the enzyme, cofactor നമ്മൾ എവിടുന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു? എൻസൈമിൽ നിന്ന്. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ പാർട്ടാ. ഒരു എൻസൈം എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾ ആദ്യം ശ്രദ്ധിച്ചേ, ഒരു എൻസൈം എന്ന് പറഞ്ഞാല് അവിടെ എന്തൊക്കെ ഉണ്ട്? അവിടെ ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ട്. എൻസൈം എന്ന് പറഞ്ഞത് പ്രോട്ടീൻ പാർട്ട് ഉണ്ട്, അവിടെ എന്തുണ്ട്? നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ട്. പ്രോട്ടീൻ ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ട്. റെഡി അല്ലേ? പ്രോട്ടീൻ പാർട്ടിനെ വിളിച്ച പേരാണെന്ത്? അപ്പോ എൻസൈം. പ്രോട്ടീൻ പാർട്ടിനെ വിളിച്ച പേരാണെന്ത്? അപ്പോ എൻസൈം. നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? കോഫാക്ടർ. ഈ കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാളുകളാണ്. ആരൊക്കെയാ? ഒന്ന് കോ എൻസൈം, പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ്, മെറ്റൽ അയോൺ. ഓക്കെ, ആരൊക്കെയാ? കോ എൻസൈം, പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ്, മെറ്റൽ അയോൺ. കോ എൻസൈം, പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ്. മക്കളെ നോക്കുന്നുണ്ടാ? എൻസൈമിന് രണ്ട് പാർട്ടുണ്ട്. ഏതൊക്കെയത്? പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. പ്രോട്ടീൻ പാർട്ട് നമ്മൾ വിളിച്ച പേരെന്താന്ന്? അപ്പോ എൻസൈം. പ്രോട്ടീൻ പാർട്ടിനെ വിളിച്ച പേരെന്താ? അപ്പോ എൻസൈം. നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരെന്താ? കോഫാക്ടർ. നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരെന്താ? കോഫാക്ടർ.
കോഫാക്ടർ ആരൊക്കെയാ? കോഎൻസൈം ഉണ്ട്, പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, മെറ്റൽ അയോൺ ഉണ്ട്. കോഎൻസൈം ഉണ്ട്, പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, മെറ്റൽ അയോൺ ഉണ്ട്. കോഎൻസൈം, പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, മെറ്റൽ അയോൺ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയോ? കോഎൻസൈം ഉണ്ട്, പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, മെറ്റൽ അയോൺ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതിൽ നമ്മളോട് ചോദിച്ചെന്താ? when the cofactor is removed from the enzyme, ഒരു എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ട് മാത്രം അവിടെ വെച്ചിട്ട് അതിന്റെ നോൺ പ്രോട്ടീൻ പാർട്ട് നമ്മൾ എടുത്തു കളഞ്ഞു, അങ്ങനെയാണ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഈസ് ലോസ്റ്റ്. ഒന്നും ചിന്തിക്കാനില്ല. ഒരു എൻസൈമിന് അതിന്റെ ആക്ടിവിറ്റി കാണിക്കണമെങ്കിൽ അതിന്റെ പ്രോട്ടീൻ പാർട്ടിന്റെ കൂടെ അതിന്റെ നോൺ പ്രോട്ടീൻ പാർട്ട് വന്നേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആക്ടിവിറ്റി കാണിക്കൂ. ആ നോൺ പ്രോട്ടീൻ പാർട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നശിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ, സോ 1 is the right answer. The unique properties of each amino acid are determined by its particular R group, amino group, kinds of peptide bonds, number of bond to other amino acid. ഇതിന്റെ കുഞ്ഞുങ്ങൾ ഒരു അമിനോ ആസിഡ് എന്ന് പറയുമ്പോഴേ ഈ കാർബണിന്റെ 4 വാലൻസി നമ്മൾ ആൽഫ കാർബൺ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു വാലൻസിയിലൂടെ അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു വാലൻസിയിലൂടെ കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു വാലൻസിയിൽ ഹൈഡ്രോജൻ ഉണ്ടാവും, ഒരു വാലൻസി ആർ ഗ്രൂപ്പ്. ഈ ആറാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇയാൾ മാറുന്നതിനനുസരിച്ച് അമിനോ ആസിഡ് മാറി മാറി വരും. ഇതാണ് വേരിയബിൾ ആർ ഗ്രൂപ്പ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയുന്നത് വേരിയബിൾ അഥവാ ആർ ഗ്രൂപ്പ്. ദി യുണീക് പ്രോപ്പർട്ടീസ് ഓഫ് ഈച്ച് അമിനോ ആസിഡ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് പെർട്ടിക്കുലർ ആർ ഗ്രൂപ്പ്. ഇയാൾ മാറുന്നതിനനുസരിച്ചാണ് ആള് മാറുന്നത്. സോ ബാക്കിയെല്ലാം കോമൺ അല്ലേടാ. സോ ആർ ഗ്രൂപ്പ്, ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓൾ ദി ഫോളോയിങ് ആർ ന്യൂക്ലിയോസൈഡ് എക്സെപ്റ്റ്, തന്നേക്കുന്നതിൽ എല്ലാം ന്യൂക്ലിയോസൈഡ് ആണ്. ഏതോ ഒരാൾ ഒഴിച്ച്. അഡനിൻ പ്ലസ് ഷുഗർ അഡിനോസിൻ, ദാറ്റ്സ് റൈറ്റ് ആൻസർ. Guanine plus sugar, guanosine, right answer. Thymine plus sugar, thymidine, അത് ഇവിടെ ഇല്ല. Cytosine plus sugar, cytidine. അപ്പോൾ cytosine, ഇതാണ് right answer. Uracil plus sugar, uridine, that's also good. So cytosine എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോസൈഡ് ആണോ? ഒരു നൈട്രോജൻ ബേസ് ആണ്. ഓക്കെ, cytosine എന്ന് പറയുന്നത് ഒരു നൈട്രോജൻ ബേസ് ആണ് അല്ലേ? സോ അതൊരു ഷുഗർ അല്ല, അതൊരു എന്തല്ല, ന്യൂക്ലിയോസൈഡ് അല്ല. സൈറ്റോസിൻ പ്ലസ് ഷുഗർ ആരാ? സൈറ്റിഡിൻ ആണ്. ഓക്കെ, ഇനി അതിന്റെ ന്യൂക്ലിയോടൈഡ് ആണല്ലോ സൈറ്റിഡിലിക് ആസിഡ് ആണ്. സോ 2 is the right answer. The next question. At each step of its ascent, the DNA strand turns. Each step of its ascent, the DNA strand turns. ഒരു DNA സ്ട്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ 10 ബേസ് പെയർ ഉണ്ടാവും. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ബേസ് പെയർ കാണും? 10 ബേസ് പെയർ കാണും. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ബേസ് പെയർ കാണും? 10 ബേസ് പെയർ. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 10 ബേസ് പെയർ കാണും. അങ്ങനെയാണെങ്കിൽ രണ്ട് അഡ്ജസന്റ് ബേസ് പെയറിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആംഗിൾ എത്രയായിരിക്കും? 36 ഡിഗ്രി. സോ ആൻസർ ഏതാ? 4. 36 ഡിഗ്രി is the right answer. At each step of its ascent, the DNA strand turns 36 ഡിഗ്രി. ടോട്ടൽ 10 ബേസ് പെയർ ഉണ്ടാവും 360 ഡിഗ്രി കംപ്ലീറ്റ് ആകുമ്പോൾ. സോ രണ്ട് സ്റ്റെപ്പിനിടയിൽ എത്ര വരും എന്ന് പറഞ്ഞാൽ 36 ഡിഗ്രി വരും. ഐഡന്റിഫൈ ദി അമിനോ ആസിഡ് വിത്ത് ഹൈഡ്രോക്സി മീഥൈൽ ആസ് ഇറ്റ്സ് ആർ ഗ്രൂപ്പ്. ആർ ഗ്രൂപ്പ് വേരിയബിൾ ഹൈഡ്രോക്സി മീഥൈൽ വന്നു കഴിഞ്ഞാൽ ആ അമിനോ ആസിഡ് ആരാണ് ചോദിച്ചേക്കുന്നത്? നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു കാർബണിന്റെ 4 വാലൻസി കൊടുത്ത അമിനോ ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ്രോജൻ ഉണ്ട്. ഇവിടെ ഹൈഡ്രോജൻ ആണ് വന്നെങ്കിൽ ഇത് ഗ്ലൈസിൻ. ഓക്കെ, ഇത് മാറി ഇവിടെ മീഥൈലാണ് വരുന്നെങ്കിൽ CH3 മീഥൈലാണ് വരുന്നെങ്കിൽ ഇത് ഗ്ലൈസിൻ. ഇവിടെ മീഥൈൽ വരികയാണെങ്കിൽ ഇതാരാ? അലാനിൻ. ആരാ? അലാനിൻ. നമ്മളോട് ചോദിച്ചത് ഹൈഡ്രോക്സി മീഥൈൽ വരികയെന്നാണ്. കാർബണിന്റെ ഒരു വാലൻസി ഇവിടെ ഹൈഡ്രോജൻ, ഒരു വാലൻസി COH, ഒരു വാലൻസി അമിനോ ഗ്രൂപ്പ്, ഒരു വാലൻസി CH2OH, ഹൈഡ്രോക്സി മീഥൈൽ. ഇതാരാ? ഇയാളുടെ പേരാണ് സെറൈൻ. ഓക്കെ, ഗ്ലൈസിൻ, അലാനിൻ, സെറൈൻ. സോ 3 is the right answer. ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഹൈഡ്രോജൻ ആണ് വേരിയബിൾ മീഥൈൽ ആണെങ്കിൽ അലാനിൻ, വേരിയബിൾ ഹൈഡ്രോക്സി മീഥൈൽ ആണെങ്കിൽ സെറൈൻ. സോ നമ്മുടെ ആൻസർ വരുന്നത് 3 is the right answer. Serine is the right answer. Identify the amino acid with hydroxy methyl as its R group, that is serine. So 3 is the right answer. Identify the incorrect statement regarding the structure of protein. Identify the incorrect statement regarding the structure of protein. Protein structure incorrect ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കുന്നത്. They are heteropolymers containing strings of amino acid. ഓക്കെ, നമ്മളോട് ചോദിച്ചത് ഇൻകറക്റ്റ് ആണ്. പ്രോട്ടീന്റെ സ്ട്രക്ചർ ഇൻകറക്റ്റ്. ഓക്കെ, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്.
They are heteropolymers. Heteropolymer ആണ് നമ്മൾ പറഞ്ഞത്. ഒരിക്കലും homopolymer ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. Heteropolymer ആണ്. Okay. Containing strings of amino acid. Correct ആണ്. The first amino acid, this is right. First amino acid is in the primary structure is N-terminus amino acid. First amino acid is N-terminal and last amino acid represent C-terminal. Okay. First amino acid represent N-terminal and last amino acid represent C-terminal. This is also right answer. Only left helices are observed in protein. കുഞ്ഞുങ്ങളെ റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ട്. This is wrong. This is wrong. This is wrong. 3 is the wrong. Okay, so 3 is the right answer. Tertiary structure is absolutely essential for many biological functions of protein. Tertiary structure, it gives 3-dimensional view. Tertiary structure 3-dimensional view തരും. അതുകൊണ്ട് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ടെർഷ്യറി സ്ട്രക്ചർ. ഇതാണ് പല നമ്മുടെ ഇപ്പൊ പറഞ്ഞേക്കുന്ന പല പ്രോട്ടീൻസിന്റെയും അതിന്റെ ഫംഗ്ഷൻസ് തീരുമാനിക്കുന്ന ടെർഷ്യറി സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ചെയ്താൽ 3 is the right answer. നമുക്ക് അടുത്ത ക്വസ്റ്റിൽ പോകുന്നോളെ. ഓക്കെ ആയിട്ട് വാ, അടിച്ചു വാ. റെഡി? 2 free ribonucleotide units are interlinked with. 2 free ribonucleotide units are interlinked with. Ribonucleotide. ഓക്കെ, ന്യൂക്ലിയോടൈഡ്സിനെ തമ്മിൽ ചേർക്കുന്ന ബോണ്ടാണ്. അതേതാ? Phosphodiester bond. 2 free ribonucleotide units are interlinked with phosphodiester bond. So 4 is the right answer. 4 is the right answer. Then next, the DNA molecule. In the DNA molecule, the total amount of purine nucleotide and pyrimidine nucleotide is not always equal. It's wrong. There are 2 strands which run not parallel. Then the proportion of adenine in relation to thymine varies with organs. ഒരിക്കലും വരില്ല. അഡനിൻ തൈമിൻ ഇവർ രണ്ട് ബേസ് ഒരുമിച്ച് പെയർ ചെയ്താൽ സോ വരില്ല. Then there are 2 strands which run anti-parallel. Yeah, right. One in 5' to 3' direction and other in 3' to 5' direction. 4 is the right answer. 4 is the right answer. 4 is the right answer. Ready? Okay, നമ്മൾ double helical structure of DNA proposed by James Watson and Francis Crick. ഒരു പറഞ്ഞ കാര്യമല്ലേ, 2 സ്ട്രാൻഡിന്റെ 2 റൺ ചെയ്യുന്ന ആന്റി പാരലൽ ഡയറക്ഷനിലാണ്. ഒന്നിന് ഇതായിട്ടാണ്, ആന്റി പാരലൽ ആയിട്ടാണ്. ഇവിടെ നമ്മൾ പറയാറുണ്ട് ഒന്ന് 5' to 3' ആണെങ്കിൽ മറ്റേത് 3' to 5' ആണെന്നൊക്കെ അല്ലെ. 3' to 5', മറ്റേത് 5' to 3'. ഓക്കെ, select the അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Select the option which is not correct with respect to enzyme action. Select the option which is not correct with respect to enzyme action. Enzyme action ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്തത്, not correct with respect to enzyme action. Substrate binds with enzyme as its active site. Substrate binds with enzyme as its active site. Okay, substrate വന്നിട്ട് ആക്റ്റീവ് സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുക. Addition of lot of succinate does not reverse the inhibition of succinate dehydrogenase by malonate. എന്റെ കുഞ്ഞുങ്ങളെ, നമ്മള് ഇവിടെ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ഉണ്ട്, ഇവിടത്തേക്ക് ഒന്ന് ബൈൻഡ് ചെയ്യേണ്ടിരുന്ന ആള് സക്സിനേറ്റ് ആണ്. ഈ സക്സിനേറ്റ് എണ്ണം കുറവായിരുന്നു, മലോണേറ്റ് ആണ് കുറെ ഇൻഹിബിറ്റർ. അതുകൊണ്ടാണ് ഇൻഹിബിറ്റർ ഇവിടെ കയറി ബൈൻഡ് ചെയ്യാൻ കാരണം. ഇവിടെ നമ്മൾ കുറെ സക്സിനേറ്റിനെ കൂട്ടി, സക്സിനേറ്റ് ഇങ്ങനെ കുറെ കൂട്ടിക്കഴിഞ്ഞാല് ഇവിടെ കോമ്പറ്റീഷൻ കൂടി. ദാറ്റ് മീൻസ് ഇയാൾ കയറി ബൈൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അഡീഷണൽ ലോട്ടോ സക്സിനേറ്റ് റിവേഴ്സ് ദി ഇൻഹിബിഷൻ ഓഫ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ബൈ മലേനേറ്റ്. അതാണ് സ്റ്റേറ്റ്മെന്റ് ശരി. അപ്പം ഇവിടെ ഡസ് നോട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നോട്ട് കറക്റ്റ് ആണ്. സോ ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. എ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ബൈൻഡ്സ് ദി എൻസൈം at its site distinct from that which bind the substrate. Malonate is a competitive inhibitor of succinate dehydrogenase. ശരിയാണ്, ഇതാണ് തെറ്റ്. അടുത്തത്, in which of the following groups all the 3 are example of polysaccharide? Polysaccharide example, polysaccharide എല്ലാം polysaccharide ആയിരിക്കണം. Starch, glycogen, cellulose, these are polysaccharide. Sucrose disaccharide അല്ലേ, maltose വരില്ല. ഗ്ലൂക്കോസ് ഒക്കെ മോണോസാക്കറൈഡാ, ഗ്ലൂക്കോസ് മോണോസാക്കറൈഡാ, ഗാലക്ടോസ് മോണോസാക്കറൈഡാ. ഓക്കെ, അപ്പം 1 is the right answer. എല്ലാവരും പോളിസാക്കറൈഡ് ആണെന്ന് പറഞ്ഞത്. സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്. റെഡി? ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 turn of the helix in a B DNA is approximately 1 turn. It consists of 1 turn consists of 10 base pairs, right? Okay, here it represents 1 turn. Distance between 2 adjacent base pair equal to, distance between 2 adjacent base pair is 0.34 nanometer. Okay, distance between, this is 1 turn, that means helix. Okay, that is pitch of DNA, that is 3.4 nanometer or 34 angstrom. Ready?
So here 3.4 nanometer. 2 is the right answer. One turn of the helix in a B form of DNA is approximately 34 angstrom or 3.4 nanometer. So 2 is the right answer. Ready? 2 is the right answer. Transition state structure of the substrate formed during an enzymatic reaction is transition state structure of the substrate formed during an enzymatic reaction. നമ്മൾ പറയാറില്ലേ എൻസൈം റിയാക്ഷൻ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ഇവിടെ സബ്സ്ട്രേറ്റ് ഇങ്ങനെ പോയിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് മാറി. ഇതല്ലേ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സ്റ്റേബിൾ ആയിട്ട് ഇത് പെർമനന്റ് ആണോ? ഒരിക്കലും അല്ല, ട്രാൻസിയന്റ് ആണ്. സോ ഇതല്ല ട്രാൻസിയന്റ് ആണ്. ഇത് സ്റ്റേബിൾ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുവോ? ഒരിക്കലും ഇല്ല, അൺസ്റ്റേബിൾ ആണ്. ട്രാൻസിയന്റ് ബട്ട് അൺസ്റ്റേബിൾ. സോ 3 is the right answer. ട്രാൻസിയന്റ് ആണ്, ഒരിക്കലും സ്റ്റെബിലിറ്റി ഇല്ല. ട്രാൻസിയന്റ് ബട്ട് അൺസ്റ്റേബിൾ. റെഡി? Which of the following statement regarding enzyme inhibition is correct? Enzyme inhibition correct ആയിട്ടുള്ള ഏതാണ്? Competitive inhibition is seen when a substrate competes with an enzyme for binding to an inhibitor protein. Okay? Inhibitor protein ആണോ? അല്ല. Competitive inhibition is seen when the substrate and the inhibitor compete for the active site. Active site-ന് വേണ്ടിയിട്ട് സബ്സ്ട്രേറ്റും ഇൻഹിബിറ്ററും രണ്ടുപേരും കോമ്പറ്റ് ചെയ്യാണ്. ഈ ആക്റ്റീവ് സൈറ്റ് എവിടെയാണ്? എൻസൈമിലുള്ള ആക്റ്റീവ് സൈറ്റിന് വേണ്ടിയിട്ട് സബ്സ്ട്രേറ്റ് ഇൻഹിബിറ്ററും കോമ്പറ്റ് ചെയ്യാണ്. അതാണ് കോമ്പറ്റീവ് ഇൻഹിബിഷൻ. സോ 2 is the right answer. 2 is the right answer. മക്കളെ നമ്മൾ സക്സിനെ ഡിഹൈഡ്രജനസിനെ കുറിച്ച് പറഞ്ഞു. ഫുള്ള് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നൊക്കെ തന്നെയാ. സെക്കൻഡറി മെറ്റബോളിക്സ് കുറെ ക്വസ്റ്റ്യന്. പിന്നെ വന്നിട്ട് നമ്മളിപ്പോ കാണുന്ന കുറെ ക്വസ്റ്റ്യൻ നമ്മുടെ എൻസൈം ഇൻഹിബിഷൻ ഇന്ന കോമ്പറ്റീവ് ഇൻഹിബിറ്റർ inhibition is seen when the substrate and the inhibitor compete for the active site of an enzyme. So 2 is the right answer. Ready? Next question. Enzyme enhances the rate of reaction by enzyme reaction rate നെ കൂട്ടുന്നത് എങ്ങനെയാണ്? Forming a reactant product complex അല്ല, changing the equilibrium point അല്ല, combining the product as soon as possible അയ്യോ അല്ല, lowering the activation energy. Yeah, this is the right answer. എന്ത് ഈ ആക്ടിവേഷൻ എനർജി എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്, ചിന്തിക്കുന്നത്? ഇത് സബ്സ്ട്രേറ്റ് എനർജി ലെവൽ അല്ലേ? ഇത് പ്രോഡക്റ്റ് എനർജി ലെവൽ അല്ലേ? ഇത് ഹൈ എനർജി ലെവൽ അല്ലേ? ഈ സബ്സ്ട്രേറ്റ് എനർജി ലെവലും ഹൈ എനർജി ലെവലും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? ഇതിനാണ് റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എൻസൈമിന്റെ ആബ്സെൻസ് നടക്കുന്ന റിയാക്ഷൻ ആണ് ഇതെങ്കിൽ അടുത്തത് ഒരു എൻസൈമിന്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളോട് നോക്കണം. ഇത് ഒരു എൻസൈമിന്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഇതിന്റെ അർത്ഥങ്ങൾ നോക്കണം. എൻസൈമിന്റെ പ്രസൻസിൽ നടന്ന റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി കുറഞ്ഞു അല്ലേ? എ പറയുന്ന റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി ഇത്രയും ഉണ്ടായിരുന്നു, ബി പറയുന്ന റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി ഇത്രയേ ഉള്ളൂ. സോ ലോവറിംഗ് ദി ആക്ടിവേഷൻ എനർജി ഓഫ് ദി റിയാക്ഷൻ, ഒരു റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി കുറയ്ക്കാണ് ചെയ്യുന്നത്. ലോവറിംഗ് ദി ആക്ടിവേഷൻ എനർജി ഓഫ് ദി റിയാക്ഷൻ. സോ 4 is the right answer. 4 is the right answer. Ready? The next. Okay, this session over. കുഞ്ഞുങ്ങളെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ബയോമോളിക്യൂളിലെ എല്ലാ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞത് നമ്മുടെ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം കൂടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം. മക്കളെ, നിങ്ങൾക്കുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ എൻറോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട കോഡ് DRJP14 പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കാദമി ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഫ്രീ ക്ലാസ് തന്നെ നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. സ്പെഷ്യൽ ക്ലാസ്സിലൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ 30 മിനിറ്റ് 30 ക്വസ്റ്റ്യൻസ്, 30 മിനിറ്റിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ മൺഡേയിലും എല്ലാ തേഴ്സ്ഡേയിലും ഈ നവംബർ 8 മുതൽ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റും ഏത് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ 30 മിനിറ്റിൽ 30 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. ഇത് ടോപ്പിക് വൈസ് DPP ആണ്. ടോപ്പിക് വൈസ് ആയിട്ട് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. ഇതിന്റെ പേര് തന്നെ യുണീക് അക്കാദമി ഇന്റലിജൻസ് ക്വസ്റ്റ് ആണ്. കുഞ്ഞുങ്ങൾ നോക്കണം. ഡെയിലി ഡൈജസ്റ്റ് ഫോർ NEET 2022 and 2023 പ്രിപ്പറേഷൻ. നിങ്ങളിപ്പോ +1 പഠിക്കുന്ന കുട്ടിയായിക്കോട്ടെ, ദാറ്റ് മീൻസ് നിങ്ങൾ 2023 എക്സാം എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് എഴുതാം. നിങ്ങളിപ്പോ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. സോ നിങ്ങൾക്കും ഇത് എഴുതാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട കോഡ് DRJP14 പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ പറ്റും. ഓക്കെ മക്കളെ, ഇനി അടുത്തത് ഞാൻ പറഞ്ഞു തരാം. അക്കാദമി will now help you get financial assistance. മക്കൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അക്കാദമി നിങ്ങളെ ഹെൽപ്പ് ആക്കും. കുറെ സ്കോളർഷിപ്പ് സ്കീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളോട് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നത്.
നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ 2022 അല്ലെങ്കിൽ 2023 എന്ത് ആസ്പിരന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഹെൽപ്പുകളും നിങ്ങൾക്ക് അക്കാദമിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് നീറ്റ് UG സബ്സ്ക്രിപ്ഷൻ എടുക്കാനാണെങ്കിൽ 2 ടൈപ്പ് സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. കുഞ്ഞില്ലേ, ഇവിടെ നമുക്ക് 12 മാസത്തേക്കുള്ള ഒരു സ്കീമാണെങ്കിൽ നമുക്കൊരു 45% വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് മന്ത്ലി 3208 രൂപ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ടോട്ടൽ എന്ന് പറയുമ്പോൾ 38,500 രൂപ, 40,000-നും ചുവടെയാണ്. നിങ്ങൾ കാണാം, കേരളത്തില് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ വലിയ കാശാണ് കൊടുക്കുന്നത്. 50-60 മുകളിലുള്ള കാശാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതിനേക്കാളും ടൈം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അക്കാദമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു റെഫറൽ കോഡ്, ഇവിടെ വീണ്ടും നിങ്ങൾ റെഫറൽ കോഡ് DRJP14 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അഡീഷണലി ബെനിഫിറ്റ്സ് വീണ്ടും കിട്ടും. ഇതിനേക്കാളും എമൗണ്ട് കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി ബാക്കി പറഞ്ഞുതരാവേ, നോക്കിക്കും. നമുക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഐക്കോണിക് ഉണ്ട്. ഐക്കോണിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കെയറും സപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ട് കിട്ടും. ഞാൻ അതിനേക്കാൾ താഴെ ഇരിക്കുന്ന പ്ലസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇന്ററാക്റ്റീവ് ലൈവ് ക്ലാസ്സുകളാണ്, നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. വേറെ ചുമ്മാ റെക്കോർഡിനൊന്നും നൽകി കഴിഞ്ഞാൽ അവിടെ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യപ്പെടും. ഇന്ററാക്റ്റീവ് ലൈവ് ക്ലാസ്സുകളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സാണ്. ലൈവ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ക്യൂസസുകൾ. നിങ്ങൾക്ക് അറിയാം, പുറത്തു നിന്നുള്ളവർക്ക് തന്നെ അക്കാദമിയിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് തന്നെ ഫ്രീ ആയിട്ട് ടെസ്റ്റുകൾ അക്കാദമി കൊടുത്തുകൊണ്ടിരിക്കുക. സോ ഇതിൽ ജോയിൻ ചെയ്ത കുട്ടിക്ക് എത്രത്തോളം ടെസ്റ്റുകൾ, എത്രത്തോളം ക്യൂസസുകൾ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി. നമുക്ക് സ്ട്രക്ചർഡ് കോഴ്സസ് ആൻഡ് PDF എല്ലാത്തിന്റെയും കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളൊരു ക്ലാസ് കഴിഞ്ഞാൽ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന നോട്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി മക്കൾ നോക്കിയേ, ഇവിടെ നമ്മുടെ സ്വന്തം ബാച്ച്. പല ആളുകളും വിചാരിക്കുന്നുണ്ട് അക്കാദമി ഫുള്ള് ഇംഗ്ലീഷിലും ഹിന്ദിയിലുള്ള ക്ലാസ് അല്ലേ. നമ്മുടെ മലയാളത്തിലുള്ള എഡ്യൂക്കേറ്റേഴ്സ്, നിങ്ങളുടെ സ്വന്തം എഡ്യൂക്കേറ്റേഴ്സ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്. 2023 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +1 ബാച്ചാ. +1 ബാച്ചിന് വേണ്ടിയിട്ട് ക്ലാസ്സുകള് നിങ്ങളുടെ സുഹേൽ ദാവൂദ് സാറിന്റെ കെമിസ്ട്രിയില്, നമ്മുടെ രതീഷ് സാറിന്റെ സ്വന്തം രതീഷ് സാറിന്റെ കെമിസ്ട്രിയില്, നമ്മുടെ ഷമീർ കിബ്ര സാറ്, പിന്നെ ഞാനുണ്ട്, അമൽ സാറുണ്ട്, ഇർഫാൻ സാറുണ്ട്, എല്ലാവരും ഉണ്ട് നിങ്ങളുടെ കൂടെ. ഓൾറെഡി സെപ്റ്റംബറിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാച്ച് വലിയതായിട്ട് പോർഷൻസ് ഒന്നും നീങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് ആ പോർഷൻസ് ഒക്കെ തന്നെ നീങ്ങിയതും അവിടെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കെയർ സപ്പോർട്ട് തന്നുകൊണ്ടുള്ള ബാച്ച് ആയിരിക്കും. അപ്പൊ മക്കളെ +1 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ +1 ഇനി എവിടെ ട്യൂഷൻ പോകണം നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടുകൂടെ വന്നോളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇനി അടുത്ത ബാച്ചും കൂടെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. 2022 ദാറ്റ് മീൻസ് ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവിടെ എവിടെയൊക്കെ പോകുന്നുണ്ട്, ക്ലാസ്സുകളൊന്നും ശരിയാവുന്നില്ല, മനസ്സിലാവുന്നില്ല, നിങ്ങളൊന്നും ടെൻഷൻ ആവണ്ട, വന്നോളൂ. നമ്മുടെ സെയിം ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. സെപ്റ്റംബറിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടെൻഷൻ വേണ്ട, നമ്മൾ വലിയതായിട്ട് പോർഷൻസ് ഒന്നും നീങ്ങിയിട്ടില്ല, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അടുത്തതാണ് എനിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഇതായിരിക്കും. നമ്മുടെ ഐക്യ ബാച്ച് 2022 ഡ്രോപ്പേഴ്സിന് വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് നീറ്റിന്റെ റിസൾട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ നാളെ എന്തെന്നുള്ള തീരുമാനം കുറെയൊക്കെ എടുത്തു കഴിഞ്ഞു. സോ നിങ്ങൾ വീണ്ടും ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസത്തില് മിനിമം 120 മണിക്കൂറുകൾ നമ്മുടെ ക്ലാസ്സുകളായിട്ട് ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. എല്ലാ ആഴ്ചയിലും എക്സാംസും സീരീസ് ടെസ്റ്റുകളുമായിട്ട് ഞങ്ങൾ ഉണ്ടാവും കൂടെ. ഏത് ബാച്ചിലും ഏത് സമയത്തും എന്തും നിങ്ങൾക്ക് പോയിട്ട് കാണാനും ഫുൾ ടൈം 24 hours നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ബാച്ചാണ് ഐക്യ ബാച്ച് ഫോർ 2022 ഡ്രോപ്പേഴ്സ്. ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടെ വരാം, ഞങ്ങള് എല്ലാ എഡ്യൂക്കേറ്റേഴ്സും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ മക്കളെ, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ബാച്ചിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ മക്കളെ ഉറപ്പായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. ബാച്ചിൽ വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ ഈ ഒരു കോഡ് വീണ്ടും അടിച്ചു വെച്ചേക്കുക, DRJP14. നിങ്ങൾക്ക് വീണ്ടും 10% ഡിസ്കൗണ്ട് കിട്ടും. ചില സമയങ്ങളിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ഒരുമിച്ച് ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് മെല്ലെ മെല്ലെ അടയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കഴിഞ്ഞിടയിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികൾ 25,000-നും താഴെയുള്ള എമൗണ്ട് അടച്ചിട്ടായിരുന്നു നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തത്. 6 മാസത്തെ സബ്സ്ക്രിപ്ഷൻ അത്രത്തോളം എമൗണ്ടേ വരുന്നുള്ളൂ. നമുക്ക് നീറ്റ് എക്സാമിന് 6 മാസത്തോളം വരുന്നുള്ളൂ. സോ മക്കളെ വൈകിക്കേണ്ട, വേഗം തന്നെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു. വരുന്ന വീഡിയോസിൽ നമ്മൾ വീണ്ടും കാണും. അതുവരേക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ കാണാം. താങ്ക് യു. ബൈ 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 ബൈ.